സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ തുടങ്ങട്ടെ. ഓക്കെ തുടങ്ങിയോ. റെക്കോർഡ് വരുമ്പോ അത് ഓഫ് ആവുകയാണല്ലോ. ഇനി പ്ലേ ചെയ്തേ. ഡിസ്ക്ലെയിമർ: ഇതിൽ പങ്കെടുക്കുന്ന അതിഥികൾ, അവതാരകർ, കണ്ടസ്റ്റൻസ് എന്നിവ പ്രകടിപ്പിക്കുന്ന ആംഗികൾ, പ്രസ്താവനകൾ, വിമർശനങ്ങൾ എന്നിവ അവരുടെ മാത്രം അഭിപ്രായങ്ങളാണ്. അതുപോലെ തന്നെ പ്രേക്ഷകരോ മത്സരാർത്ഥികളോ പ്രകടിപ്പിക്കുന്ന കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ അവരുടെ മാത്രം സ്വാതന്ത്ര്യങ്ങളാണ്. ഈ പരിപാടിയുടെ ഉള്ളടക്കം ഒരു വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ തൊഴിലിനെയോ ഹനിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. മാത്രമല്ല, മഴവിൽ ടീമോ ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സോ ആരും തന്നെ ഒരു കണ്ടസ്റ്റന്റിനോടും യാതൊരുവിധ ഫേവറിസവും കാണിക്കുന്നില്ല. വെൽക്കം ടു മഴവിൽ ബിഗ് ബോസ് സീസൺ 1. ഞാൻ നിങ്ങളുടെ അർവി. ഇന്ന് നമ്മളുടെ വർഷത്തിലെ പുതുവർഷം തുടങ്ങിയ ദിനമാണ് ചിങ്ങം 1. നമ്മുടെ പുതുവർഷത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് തന്നെ ബിഗ് ബോസ് സീസൺ 1 വീക്കെൻഡ് എപ്പിസോഡ് വന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഈ ഒരു പുതുവർഷത്തിലേക്ക് നിങ്ങളെ ഏവരെയും സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു മഴവിൽ ബിഗ് ബോസ് സീസൺ 1 പ്രസന്റഡ് ബൈ ടീം മഴവിൽ. നിങ്ങളുടെ ആരോഗ്യ ഇന്ന് എന്നോടൊപ്പം ഹോസ്റ്റ് ചെയ്യാനുള്ളത് ധനീഷ്, ശ്രീരാജേട്ടൻ. അപ്പോ നമ്മുടെ ഈ കഴിഞ്ഞ ധനീഷ് ഓഡിബിൾ ആണോ? ഓക്കെ, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഡേ ആണ്. മലയാളം മാസം 1-ാം തീയതിയാണ്. അത് മാത്രമല്ല, നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലയുടെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കൂടിയാണ്. അപ്പൊ നമ്മളുടെ ടിക്കറ്റ് ടു ഫിനാലെ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? ടിക്കറ്റ് ടു ഫിനാലെ നോക്കുമ്പോൾ കുറച്ച് കോമഡി, കുറച്ച് ട്വിസ്റ്റ്, കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ്, കുറച്ച് ഗ്രാഫ് ആൾക്കാരെ താറോട്ട് പോയിട്ടുണ്ട്, കുറച്ച് ഓവർ കോൺഫിഡൻസ്, എല്ലാം മിക്സ്. മീൻസ് നോക്കുമ്പോ ഒരു അടിപൊളി പടമായിരുന്നു. അതെ, ഒരു മൂവി കണ്ണുമില്ലേ എല്ലാം അല്ലേ? ഓരോരുത്തരുടെ ചേഞ്ചസ് ഫുൾ നമുക്ക് കാണാൻ പറ്റിയ ഒരു ടിക്കറ്റ് ഫിനാലെ ആണ്. പിന്നെ ക്രൂ മെമ്പേഴ്സ് ഒന്നടങ്കം, പ്രേക്ഷകരും ക്രൂ മെമ്പേഴ്സും കണ്ടസ്റ്റൻസും എല്ലാം ഒന്നടങ്കം ചിരിച്ചു പോയ ഒരു വീക്കും കൂടി ആയിരുന്നു. അതിന്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല അല്ലെ? എല്ലാവരും ഇപ്പോഴും നമുക്കത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. ഇപ്പൊ നമ്മളിത് എന്താ പറയാൻ വേണ്ടി നിൽക്കുമ്പോഴും ആ ഓരോ മൊമെന്റ്സും, ഇവര് നമുക്ക് വേണ്ടിയിട്ട് തന്ന ഓരോ മൊമെന്റ്സും മൈൻഡിൽ ഇങ്ങനെ ഓടി മറിയാണ്. മൊത്തത്തില് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അല്ലെ എല്ലാവരുടെയും? കുറെ വീക്കായി, കുറെ പേര് കേറി വന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ പേര് കേറി വന്നു. അതുപോലെ തന്നെ ഫിനാലയിലേക്ക് കയറി ഡയറക്റ്റ് ഒരു എൻട്രി കിട്ടിയ 2 പേര്, ചിന്ത ആൻഡ് പ്രിൻസ്. ശ്രീരാജേട്ടാ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ വീക്കിനെ കുറിച്ചായിരുന്നു. അപ്പൊ അതില് നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഓരോരുത്തരുടെയും പെർഫോമൻസിനെ കുറിച്ച് ഞങ്ങളിപ്പോ പറഞ്ഞു. അതിൽ എടുത്തു പറയേണ്ടതായിരുന്നു ചിന്തയുടെയും പ്രിൻസിന്റെയും പെർഫോമൻസ് എന്ന് പറയുന്നത്. ചിന്ത വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. ചിന്തയുടെ ഗ്രാഫ് ഒന്ന് ഇടയ്ക്ക് വെച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു, പിന്നെ അത് കയറി വന്നു. അതിനൊരു പ്രത്യേക കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും വക അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. പിന്നെ പ്രിൻസ് ഓഡിബിൾ ആണോ? ചെറിയൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഒരുപാട് നാളായി വീക്കെൻഡ് കുറെ നാളായിട്ട് പലരും ചോദിക്കണം പ്രിൻസിനെ കിട്ടാറില്ല. ഇന്ന് എന്റെ കയ്യിൽ കിട്ടി. കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. മുങ്ങരുത്, ഇടയ്ക്ക് മുങ്ങരുത്, ഇവിടെ ഉണ്ടാവണം. അപ്പൊ ഫ്രണ്ട്സിനെ ഒരുപാട് സംശയങ്ങൾ ഫ്രണ്ട്സിനെ പറ്റി ചുറ്റിപ്പറ്റി ഒരുപാട് പേർക്കുണ്ട്. ഒരുപാട് തുറന്നു പറയാം. ഫ്രണ്ട്സിന് ഇവിടെ ആരൊക്കെ ഫേവർസം ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സ് എങ്ങനെയാണ് ഇങ്ങനെ എത്തിച്ചേർന്നതെന്ന് ടാസ്ക് പാനലിലെ മെമ്പേഴ്സിന് വരെ സംശയമാണ്. ഇപ്പൊ കണ്ടസ്റ്റൻസിന്റെ സംശയം അടയ്ക്കട്ടെ, ടാസ്ക് പാനൽ മെമ്പേഴ്സിന് സംശയമുണ്ട്. അപ്പൊ ഒരുപാട് സംശയമുണ്ട്. അപ്പൊ പല സംശയങ്ങളും ഞങ്ങൾക്ക് ഇന്ന് തീർച്ചയായിട്ടും, കാരണം ഇങ്ങനെ സംശയത്തിന്റെ കഴിനിലയിൽ നിന്നുകൊണ്ട്
സംശയത്തിന്റെ കരിയിൽ നിന്നുകൊണ്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരാൾക്കും ഫേവർസും കാണിക്കുന്നില്ല, ഞങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. ആര് കളിക്കുന്നു, ആര് കഴിവുള്ള, ആര് കയറി വരണം, അതാണ് ഞങ്ങളെ ചിന്ത. അപ്പൊ ഞാൻ ചില സംശയമുണ്ട്, ആ സംശയത്തോട് കടന്നു. പ്രിൻസ് ഇവിടെ ഉണ്ടാവണം. ഓക്കെ, പ്രിൻസ് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ അറിയാമോ? സ്ക്രീൻ ഷെയർ അറിയാമോ? സ്ക്രീൻ ഷെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അവിടെ വെയിറ്റ് അങ്ങോട്ട് കടന്നു വരാം. ഓക്കെ, എപ്പിസോഡ് എന്നെ ടാർഗറ്റ് ചെയ്തത് തന്നെ പ്രിൻസിന്റെ പേര് പറഞ്ഞിട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാനാണത് കേട്ടത്. അതുപോലെ തന്നെ നമ്മുടെ ക്രൂ മെമ്പേഴ്സും കേൾക്കുന്നുണ്ട് പ്രിൻസിന് ഫേവറിസം ചെയ്യുന്നത്. അതിന്റെ ഒരു കാരണം ഇന്ന് പ്രിൻസിന്റെ പെർഫോമൻസ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു പെർഫോമൻസ് ഭയങ്കര ഒരു ബ്രില്യൻ ഗെയിമർ ആയതുകൊണ്ടായിരിക്കാം ആ ഒരു പെർഫോമൻസ് കാണുമ്പോൾ എല്ലാവർക്കും സംശയം വരുന്നത്. തുറന്നു പറയാം. അത് ആ ഒരു പെർഫോമൻസ് അവസാനം പെട്ടി ടാസ്ക്, അതിനെ കുറിച്ച് അറിയുമെന്ന് ചോദിക്കൂ. ആ പെട്ടിയുടെ ടാസ്ക് ചെയ്ത ആൾക്ക് മാത്രമേ അത് അറിയൂ. പക്ഷേ പ്രിൻസ് ആ ഉത്തരത്തിലോട്ട് എത്തിയപ്പോ ടാസ്ക് പാനലുള്ള ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇത് എങ്ങനെ എത്തി എന്നുള്ള ടാസ്ക് പാനൽ ഇത് എങ്ങനെ ചോർന്നോ ഈ സംഭവം ചോർന്നോ എന്ന് വരെ സംശയം വന്നു. കാര്യങ്ങൾ ചോദിക്കൂ, കൺഫേം ആണോ? ഞാൻ ആൻസർ നോക്കിയപ്പോഴേക്കും ഞാൻ ചെക്ക് ചെയ്തു. രണ്ടാമത് എങ്ങനെയാണ് പ്രിൻസിന് ഇത് കിട്ടിയെന്നുള്ളത് ഫുൾ ചെക്ക് ചെയ്തു. ആദ്യം മുതൽ ആ റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തപ്പോ ലാസ്റ്റ് റൗണ്ടില് ബിഗ് ബോസ് ആൻസർ കീ തന്നിട്ടില്ല. മാത്രമല്ല ആ ടീമിൽ ഒറ്റയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചു നിന്ന ആളും പ്രിൻസ് ആയിരുന്നു. ആൻസർ കീ പോലും തന്നിട്ടില്ല. ചില ടീമിന് ഇന്ത്യൻ മാർക്കും ടിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും കറക്റ്റ് ആയിട്ട് പ്രിൻസ് ആ ഉത്തരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. സെക്കൻഡ് റൗണ്ടില് പ്രിൻസിന്റെ കയ്യിൽ തന്നെയാണ് ട്രോഫി എന്നുള്ളതും പ്രിൻസ് ഉറപ്പിച്ചു. അതെങ്ങനെയാ അതിൽ എത്തിച്ചേർന്നു? അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. അതൊന്ന് ക്ലിയർ ചെയ്യും. ആദ്യം തന്നെ നാസിലാണ് ആദ്യം ചോദിച്ചത്, ഇത് ATM-ൽ നിന്ന് എടുക്കുന്നതാണോ മൂല്യമുള്ളതാണോ എന്ന് ആദ്യം തന്നെ ഒരു ചോദ്യം വന്നിരുന്നു. അപ്പോഴൊന്നും എനിക്ക് അത്രത്തോളം കൺഫേം ആയില്ല. പിന്നെ അതിനുശേഷം ഞാൻ കൺഫേം ചെയ്യാൻ കാരണം അജ്മലിന്റെ ഒരു ഇതായിരുന്നു. അതായത് അത് മെറ്റൽ ആണോ എന്ന് ചോദിച്ചിട്ട്, അതുപോലെ ഏറ്റവും മൂല്യമുള്ളതും ഫിനാലെ ഇപ്പൊ അത് ഫൈനൽ 5-ൽ കിട്ടുന്ന ഒരാൾക്കാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അപ്പൊ അതിന് കിട്ടുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 100% ഉറപ്പായിരുന്നു ഇത് തന്നെ ആയിരിക്കുമെന്ന്. പക്ഷെ ഞാൻ അവിടെ കൂടുതലായിട്ട് കാണിച്ചില്ലെന്നേ ഉള്ളൂ. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ആൻസർ പറയുമല്ലോ, അത് ഞാൻ കാണിച്ചില്ല. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ആ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ആൻസർ കീ ഉണ്ടായിരുന്നില്ലല്ലോ ഫിനാലെ. ഒന്നിൽ കൂടുതൽ പേർക്ക് ഏതോ ഫിനാലേക്ക് കിട്ടുന്നതാണോ അതോ ഒന്നിൽ കൂടുതൽ പേർക്ക് കിട്ടുകയാണോ ലാസ്റ്റ് ആൻസറിലേക്ക് എത്തുന്ന ഒരു ചോദ്യം ആയിരുന്നു. പക്ഷെ അത് ആൻസർ കീ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ കൺഫേം ചെയ്തു. ഈ ഒരു കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം. അല്ല, അത് മറ്റേ ഫൈനൽ 5-ൽ അതും മെറ്റലാണെന്ന് പറയുമ്പോൾ ഒന്നി അല്ലെങ്കിൽ മെഡൽ അല്ലെങ്കിൽ ട്രോഫി അല്ലെങ്കിൽ ഇത് രണ്ട് ഏതെങ്കിലും ഒന്നായിരിക്കും. അല്ല വേറെ ഒന്നും വരാൻ ചാൻസ് ഇല്ല അവിടെ. കുറെ പേര് എക്കും പാവയ്ക്കും പങ്കെടുത്തത് കറക്റ്റ് ആയിട്ട് പ്രിൻസ് ട്രോഫിയിലെത്തി. ട്രോഫി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിപ്പോ മത്സരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അവസാനം നമുക്ക് ട്രോഫിയല്ലേ കിട്ടത്തുള്ളൂ. അല്ല അതിൽ കൂടുതൽ വേറെ ഒന്നും എനിക്ക് അങ്ങനെ കത്തിയില്ല സമയത്ത്. ഓക്കെ, വേറൊരു കാര്യം കൂടി ക്ലിയർ ചെയ്യാനുണ്ട്. ശ്രീരാജേട്ടാ, തുറന്നു പറയാം. ഈ പ്രിൻസിന്റെ ക്യാപ്റ്റൻസി ടാസ്ക് എന്നൊരു സംഭവം ഭയങ്കരമായിട്ടുള്ള വിവാദത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അത് തുറന്നു പറയാം, ഞാൻ തുടക്കം മുതലേ കേട്ട സംഭവം. പ്രിൻസ് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ കൊളാഷ് ഉണ്ടാക്കിക്കൊണ്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു നോക്കി. എനിക്ക് തോന്നുന്നു അന്ന് പ്രിൻസോടെ മത്സരിക്കുന്ന നാസിലുണ്ട്, അന്ന് അമൃതയുണ്ട്, സ്നേഹയുണ്ട്, പിന്നെ സരിത. ഇവർ ഇത്രയും പേരാണ്. സരിത സ്നേഹം അത്രയും വലുതായിട്ട് സരിത സ്നേഹം ഒന്നും വലുതായിരുന്നില്ല. എനിക്ക് തോന്നുന്നു പിടിച്ചു നിന്നത് നാസിലെയും അമൃതയാണ് അതിനകത്ത് കൂടെ ഉണ്ടായിരുന്നത്. കൊളാഷിനകത്ത് ചിലതിനകത്ത് എനിക്കൊന്ന് നാസിൽ ആദ്യമായിട്ട് അമൃത ആദ്യമായിട്ട് സംഭവം. പക്ഷെ പ്രിൻസിന് എല്ലാം ആദ്യം ഇടാൻ സാധിച്ചു. അപ്പൊ പലരെ സംശയം പ്രിൻസിന് ഈ എവിടെ ക്ലൂ എവിടുന്ന് ആദ്യം കിട്ടിയിട്ട് പ്രിൻസ് ചെയ്തതാണോ എന്നൊരു സംശയം. തുറന്നു പറയാലോ, ഞങ്ങളെ പാനൽ മെമ്പേഴ്സിനടക്കം, അതായത് ടാസ്ക് പാനൽ മെമ്പേഴ്സിനടക്കം അങ്ങനെ കൺഫ്യൂഷൻ വന്നു. എന്താണ് പ്രിൻസ് തവണ സ്പീഡ് ചെയ്യാൻ പ്രിൻസ് എങ്ങനെ സാധിച്ചു എന്ന്. അപ്പൊ ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് ഒരു കണ്ടസ്റ്റന്റിനെ കൊണ്ട് ഞങ്ങൾ ഒരു വിഷയം തരും. ആ വിഷയം പ്രിൻസ് ഈ സമയം കൊണ്ട് ഞങ്ങൾ ആദ്യം സ്ക്രീനിൽ കാണിക്കണം. എങ്ങനെയാണ് പ്രിൻസ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് കാണണം. പ്രിൻസ് ഏത് ടെക്നിക്ക് എന്ത് ടെക്നിക്കാണ് പ്രിൻസ് യൂസ് ചെയ്തത് ഞങ്ങൾക്ക് അറിയണം. പ്രിൻസ് ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയണം. അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കണം. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം ചെയ്യാം. ഇതിനകത്ത് ടാസ്കിനകത്ത് ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത ചിന്തയുണ്ട്. ചിന്ത തന്നെ ഒരു വിഷയം കൊടുക്കട്ടെ. ആ ഒരു വിഷയത്തിനകത്ത് പ്രിൻസ് എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ പ്രിൻസ് ടാസ്ക് തുടങ്ങും മുന്നേ മുൻകൂട്ടി പറഞ്ഞിരുന്നു പിന്നെ പോലെ ടാസ്ക് ആണെന്ന്. അപ്പൊ റീസെന്റ് ആപ്പിൽ ഞാൻ 2 കാര്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ ക്രോമും അതുപോലെ തന്നെ പിക്സാർട്ടും. അത് രണ്ടും ഞാൻ എടുത്ത് വെച്ചിട്ട് തുടങ്ങിയാൽ പോരെ? എടുത്തു വെച്ചോളൂ. സമയം തരാം, നിങ്ങൾക്ക് സമയം തരാം. താങ്കൾക്ക് അതിനുള്ള സാധ്യതകൾ തരാക്കും. അപ്പോഴത്തെ ചിന്തയിലോട്ട് പോകും. ചിന്ത ടിക്കറ്റ്
ഇപ്പൊ എല്ലാം എന്തൊക്കെ സജീവമാണ് എല്ലാവരും വെച്ചോ, എന്താ ചെയ്യാനുള്ള സജീവം ഇപ്പൊ ഏത് നിമിഷവും ഞങ്ങൾ ആവശ്യപ്പെടും. എടുത്തോ. അപ്പൊ ചിന്ത ചിന്ത ടിക്കറ്റ് ഫിനാലയിലേക്ക് താങ്കൾ വന്നു, താങ്കൾ വിന്നർ ആയിരിക്കുന്നു. താങ്കൾ പ്രതീക്ഷിച്ചോ ടിക്കറ്റ് ഫിനാലെ വിന്നർ ആവുമെന്നും? അല്ലെങ്കിൽ എന്താണ് താങ്കൾ ഈ ബിഗ് ബോസ് ഹൗസിലോട്ട് ആദ്യം കടന്നു വന്നപ്പോൾ താങ്കൾ എവിടെ എത്തും, താങ്കളുടെ ഒരു സ്ഥാനം എന്താണെന്ന് താങ്കൾ ചിന്തിച്ചത്? എങ്ങനെ വിലയിരുത്തുന്നു ഈ മലയാള ബിഗ് ബോസ് സീസൺ 1 ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്കും? പറയൂ. ഒന്ന്, ഞാൻ ഇതിൽ വന്ന് ജയിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന ഞാൻ കപ്പ് ഉയർത്തുന്നു. അത് എല്ലായിടത്തും പറയും, എപ്പോഴും പറയും. അത് അവസാന നിമിഷം വരെ ജയിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും കളിക്കുന്നത്. പക്ഷെ ടിക്കറ്റ് ഫിനാലെ സംബന്ധിച്ച് ടിക്കറ്റ് ഫിനാലെ എനിക്ക് കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. കാരണം ഈ പേർഷെയർ വോട്ടുകൊണ്ട് ഫൈനലിൽ പോകണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ടാസ്ക് എനിക്ക് ആ ഒരു സ്റ്റാർ, എല്ലാവരും പങ്കെടുത്ത കിട്ടിയ ഒരു സ്റ്റാറേ കിട്ടിയുള്ളൂ. രണ്ടാമത്തത് തൊട്ട് എനിക്കിവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ വന്നു. അതായത് ഇപ്പൊ എഴുത്തിന്റെ ആണെങ്കിലും എനിക്ക് എഴുതാൻ പറ്റും. ഞാനത് എഴുതി കൃത്യമായിട്ട് പോയിന്റ് വെച്ച് എഴുതിയിട്ടു. കിസ്, അത് ഈ കിസ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് 2 കിസ്സിലും എനിക്ക് ആദ്യം ഉത്തരം ഇടാൻ പറ്റി. പിന്നെ റാങ്കിങ് ടാസ്ക് ഞാൻ 3ാം റാങ്ക് എടുത്തു. അതിനുവേണ്ടി ആരും അടി ഉണ്ടാക്കാൻ വന്നില്ല. അങ്ങനെയാണ് ഞാൻ കയറി വന്നത്. പിന്നെ ലാസ്റ്റ് സ്റ്റാർ മഴ, അതിനകത്ത് എനിക്ക് എന്തൊരു 10 സ്റ്റാർ കിട്ടി. അങ്ങനെയാണ് ഞാൻ ടിക്കറ്റ് ഫിനാലെ ജയിച്ചത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ചിന്ത ഒരു കൗശലക്കാരനായ അല്ലെങ്കിൽ ഒരു കുടില ബുദ്ധിക്കാരനായ ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ ചിന്തയ്ക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? തീർച്ചയായും ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പൊ നിൽക്കുന്നത്. താങ്കൾ ആ 3ാം സ്ഥാനം എടുത്തത്, അപ്പൊ ഞാൻ വേണ്ടേ താങ്കൾ ഈ 3ാം സ്ഥാനം എടുക്കാൻ കാരണം താങ്കൾ 1ാം സ്ഥാനത്ത് എത്തില്ലെന്ന് ഉറപ്പുണ്ടല്ലേ താങ്കൾ 3ാം സ്ഥാനത്ത് ഒതുങ്ങാൻ കൂടിയത്? 1ാം സ്ഥാനത്തിന് വേണ്ടി എന്തായാലും പ്രിൻസ് അതുപോലെ തന്നെ നാസില, മഹാദേവൻ അടി ഉണ്ടാക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. 2ാം സ്ഥാനത്തിന് വേണ്ടി ഇവർ 1ാം സ്ഥാനം കിട്ടാത്തവർ 2ാം സ്ഥാനത്ത് വരുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ട്വിസ്റ്റ് ആണോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ബിഗ് ബോസ് കണ്ടിട്ടാണല്ലോ നമ്മളിവിടെ മത്സരിക്കാൻ വരുന്നത്. എന്റെ ബുദ്ധി അടവ് നയത്തിലൂടെ അല്ലേ താങ്കൾ ഓരോ സ്ഥാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത്? താങ്കൾ 3ാം സ്ഥാനത്ത് വന്നാൽ താങ്കൾ ആര് ശല്യപ്പെടുന്നതൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് താങ്കൾ സേഫ് ആയതല്ലേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇവിടെ പിടിച്ചേക്കാൻ പറ്റത്തില്ലെന്നേ. ഇവരൊക്കെ നമ്മുടെ മേലെ കയറി പോകും. അപ്പൊ അവരുടെ മേലെ കയറണ്ടേ? ഓക്കെ, നല്ല ഉത്തരമാണ് ചിന്ത. റെഡിയല്ലേ? ഫ്രണ്ട്സ് എല്ലാം ഓക്കെയാണ്. അപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുക. അനിമലാണ് തന്നിരിക്കുന്നത്. ഒന്ന് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് കൊളാഷ് ഉണ്ടാക്കി തരൂ. ആദ്യം സ്ക്രീൻ ഷെയർ ചെയ്യൂ. അനിമലാണ് വിഷയം. കേൾക്കുന്നില്ല. ഓഡിയബിളല്ല. വോയിസ് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, സ്ക്രീൻ ഷെയറിംഗ് കാണാമോ എന്ന് ചോദിച്ചേ. കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. ചെയ്തോളൂ. മ്യൂട്ട് ചെയ്യണ്ട, അൺമ്യൂട്ട് ചെയ്തു. മ്യൂട്ട് ചെയ്യാതെ ലിജോ മ്യൂട്ട് ചെയ്തു. ഒരു മിനിറ്റ് പ്രിൻസ് വെയിറ്റ്. ലിജോ ഉണ്ട്. മ്യൂട്ട് ലിജോ മ്യൂട്ട് ചെയ്യോ. സ്റ്റാർട്ട് ചെയ്യാം. ടോപ്പിക് ആനിമൽ. അനിമൽ. ഓക്കെ, കഴിഞ്ഞു. ഗ്രൂപ്പിലിടോ? ഗ്രൂപ്പിലിട്. ഒരെണ്ണം കൂടെ ചെയ്യണം. അടുത്ത ആരാ പറയാൻ പറ്റുന്നത്? നാസില ഒരെണ്ണം പറയൂ. ഒരു ടോപ്പിക് പറയൂ. കൂളോ? COOL. കൂളോ? അങ്ങനെ കേട്ടത് ഞാൻ.
സ്കൂൾ സ്കൂള് 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 ഞാൻ കൂളനായിട്ടാ സ്കൂള് 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 എന്താ സ്കൂള് SC ഓ ഓക്കെ. ശ്രീരാജേട്ടാ, നമുക്ക് ഇപ്പൊ ഇത് ഒരു ടൈം പ്രിൻസ് ചെയ്തൊരു ടൈമും ഗെയിം ടൈമിൽ ഇത് ചെയ്യാനെടുത്ത ടൈമും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് തന്നെ കമ്പയർ നോക്കിയിട്ട് നോക്കാം. ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് ചെയ്തത് എങ്ങനായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ലൈവായിട്ട് മനസ്സിലായി. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ചിന്തയെ തന്നെ വിളിക്കാം. അല്ല, ചിന്തയെ തന്നെ വിളിക്കാം. അല്ലല്ല, ഫ്രണ്ട്സ് മ്യൂട്ട് ചെയ്യൂ. ചിന്ത ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. ചിന്ത ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് പ്രിൻസ് ചെയ്തത് ശരിയായിരുന്നോ? പ്രിൻസ് സ്പീഡപ്പ് ചെയ്തത് കറക്റ്റ് ആയിരുന്നോ? ഇങ്ങനെ തന്നെ പ്രിൻസ് അവിടെ ചെയ്തിരുന്നത്. ആദ്യത്തെ ക്യാപ്റ്റൻസിയിൽ ഇങ്ങനെ തന്നെ ചെയ്തിരുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രിൻസിന് എന്തെങ്കിലും ഫേവർസം കിട്ടിയെന്നോ, അല്ലെങ്കിൽ പ്രിൻസിന് ഈ വിഷയം നേരത്തെ കിട്ടിയിട്ട് പ്രിൻസ് നേരത്തെ ചെയ്ത് വെച്ചിട്ട് ഫോർവേഡ് ചെയ്തെന്നുള്ള ചിന്താഗതി അത് ശരിയാണെന്ന് ചിന്തയ്ക്ക് തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാം പ്രിൻസ് ഇങ്ങനെ അല്ല ഞാൻ ചോദിക്കുന്നത് അന്ന് പ്രിൻസ് ചെയ്ത ഈ രീതിയിലാന്ന് പറയുമ്പോൾ ഏകദേശം ആ സ്പീഡിൽ ചെയ്തു എന്ന് നമുക്ക് അനുമാനിച്ചൂടെ? ഞാൻ ടൈം നോക്കുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഈ ടൈമൊക്കെ ശരിയാണ്. ഓക്കെ, കാര്യം അറിയോ, ഞങ്ങൾ ഇത് ഈ ടാസ്ക് ധനീഷ് ബ്രോ ഞാൻ വിളിക്കാം. ജസ്റ്റ് ഒന്ന് പറയട്ടെ. ലിജോ മ്യൂട്ട് ചെയ്യണം. വേറെ അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നു. വേറെ അൺമ്യൂട്ട് ചെയ്തല്ലോ. എല്ലാവരും മ്യൂട്ട് ചെയ്യുക. ഞാൻ ചെന്നിട്ട് ചെയ്യാം. കാര്യം ഇത് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാല് ഒരുപാട് സംശയങ്ങളാണ്. അതായത് ഈ പ്രിൻസ് എന്ന വ്യക്തിയെ ഫേവർസം ചെയ്യുന്ന ഡേവിഡിന്റെ സമയം മുതലേ ഡേവിഡ് ഏറ്റവും കൂടുതൽ ഉന്നയിച്ചൊരു സംഭവം എങ്ങനെ പ്രിൻസ് ഇത്ര പെട്ടെന്ന് ഇത് ചെയ്തു എന്നുള്ളത് ഡേവിഡ് ഉന്നയിച്ചൊരു സംഭവം. അത് ഈ വിഷയം ഉണ്ടാവാനുള്ള സാഹചര്യം പോലും ഏതാ ഡേവിഡും ഈ ടാസ്ക് പാനൽ മെമ്പേഴ്സ് ഹോസ്റ്റുമായിട്ട് വിഷയം ഉണ്ടാവാനുള്ള അടിസ്ഥാനപരമായിട്ടൊരു വിഷയം തന്നെ ഈ വിഷയമായിരുന്നു. മനസ്സിലായോ? ഡേവിഡിന്റെ പുറത്തോട്ട് പോക്കിനെ തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു വിഷയത്തിന്റെ തുടക്കം ഇവിടെ പോകുന്നത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട അന്നേരം പോലെ പ്രിൻസ് പറയുന്നുണ്ട് ഞാൻ പിക്സാർട്ട് വഴിയാണ് ചെയ്ത് പിക്സാർട്ട് വഴി ചെയ്യുന്ന പറഞ്ഞപ്പോഴത്തേക്ക് ഡേവിഡ് സമ്മതിച്ചിരുന്നില്ല. അപ്പം ആ കാരണമായ ആ ഹേതു എന്താണ്, ആ ഹേതു എന്നുള്ളത് എല്ലാവരും ബോധ്യപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ ടാസ്ക് പാനലിലെ മെമ്പേഴ്സ് അടക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യന്താപേക്ഷികമായിരുന്നു. മനസ്സിലായോ? അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കൂടെ മനസ്സിലാവണം. ഇപ്പൊ എനിക്കോ ടാസ്ക് പാനൽ മെമ്പേഴ്സിനെ മനസ്സിലാക്കിയ പോലെ കണ്ടസ്റ്റൻസ് മനസ്സിലാവും. ഇത് കാണുന്ന എത്രത്തോളം ആൾക്കാരുണ്ട് അവർ പുറത്തുള്ള ആൾക്കാരും കാണണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്തത്. അപ്പൊ ഈ കണ്ടസ്റ്റൻസ് ഏകദേശം ഈ സംശയങ്ങൾ മാറി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ചിന്ത പറയാനുള്ളത്? എനിക്ക് സംശയമില്ലായിരുന്നു. ഞാനിവിടെ ചിന്ത ഒരു കണ്ടസ്റ്റന്റിന്റെ ഒരു പ്രകൃതി എന്നുള്ള നിലയ്ക്കാണ് ഞാനത് ചോദിച്ചത്. ഓക്കെ, ചിന്ത മ്യൂട്ട് ചെയ്തോളൂ. ഫ്രണ്ട്സ്, താങ്കൾ ഒരു അസാമാന്യമായിട്ടുള്ള പണികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അസാമാന്യമാണെന്ന് പറഞ്ഞാൽ പലരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള പല പരിപാടികളാണ് താങ്കൾ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞോളൂ. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച ആൾക്കാർ അപ്പോ ഞാൻ അത്രയ്ക്കും കഴിവില്ലാത്തവനായിട്ടാണോ അവർക്കൊക്കെ എന്നെ തോന്നിയിട്ടുള്ളത്? അല്ല, ഞാന് അതിന് പറഞ്ഞു കൊടുത്ത സംഭവം ബോട്ടിന്റെ ഉപജ്ഞാതാവാണ് പ്രിൻസ്. അവനിനി ബോട്ട് വഴി എങ്ങാനും ചെയ്തതാവാനാ സാധ്യത എന്നാണ് ഞാൻ പലരോടും പറഞ്ഞത്. എനിക്കറിയത്തില്ല എന്താ ഇങ്ങനെ ചെയ്യുന്നത്. ബോട്ടിന്റെ സഹായത്തിൽ എല്ലാത്തിനും ഒരു ഇതില്ലേ? ബോട്ട് വഴി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒരു കൊളാശ് എടുത്ത് ബോട്ടിന്റെ കൊടുത്ത ബോട്ട് ഇപ്പൊ കൊളാശ് ഉണ്ടായി കൈ കൊടുത്തില്ല. ഒരിക്കലും ഇല്ല. കാര്യം എന്താണെന്ന് അറിയില്ല. കൈകൊണ്ട് ചെയ്യണം. ഓക്കെ ശരി. ഓക്കെ ഫ്രണ്ട്സ്, താങ്കൾ ഇന്ത്യയുടെ പോയിന്റിൽ, അതായത് ക്യാപ്റ്റൻസി ടാസ്ക് ഉൾപ്പെടെ ഇപ്പൊ ഈ പറഞ്ഞ ക്യാപ്റ്റൻസി ടാസ്ക് ഉൾപ്പെടെ അല്ലെ കഴിഞ്ഞ ഈ പെട്ടിക്കകത്തുള്ള താങ്കൾ ട്രോഫിയുടെ ഉൾപ്പെടെയുള്ള പോയിന്റുകളിലാണ് താങ്കൾ ഒന്നാമതെത്തിയത്. അപ്പൊ അത് ആ സംശയം തീർക്കുക എന്നുള്ളത് ഞങ്ങളുടെ ടാസ്ക് പാനലിൽ താങ്കൾ സംശയത്തിന്റെ കരുതലിൽ നിന്ന് അത് താങ്കളെ രക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്. എങ്ങനെ വിലയിരുത്തുന്നു ഇത്രയും നാളത്തെ ബിഗ് ബോസ് സീസൺ 1 താങ്കളുടെ ഗെയിമും താങ്കളുടെ ഗെയിം പ്ലാനും? താങ്കൾ ആദ്യം വരുമ്പോൾ താങ്കൾ കരുതിയിരുന്നോ താങ്കൾ ഇങ്ങനെ ഒരു ഫൈനൽ 5 എത്തുമെന്നോ, അല്ലെങ്കിൽ താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നിയിരുന്നോ? ഇല്ല, ഞാൻ ഇപ്പൊ നിലവിൽ ഇത്രയും ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ നിലവിൽ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. പിന്നെ ചില നേരത്ത് ചിന്തിക്കാൻ തോന്നും, ഇത് ഞാൻ തന്നെയാണോ ഇതൊക്കെ കാണിച്ചു കൂടുന്നതെന്ന് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒന്നും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യും എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇത്രത്തോളം ഇങ്ങനെ ഒക്കെ കാണിക്കുന്നൊന്നും എനിക്ക് യാതൊരു ഇതും ഇല്ലായിരുന്നു. കാരണം
ഞാൻ ചില കാര്യത്തിലൊക്കെ ഇച്ചിരി നാണക്കേട് വിചാരിക്കുന്ന ഒരു ടൈപ്പ് ആളാണ്. പ്രിൻസിന് ഇപ്പൊ ഈ മലയാളം ബിഗ് ബോസിലോട്ട് വന്നാൽ കുറച്ചും കൂടെ ഇങ്ങനെ ചെയ്യാനുള്ള ആത്മധൈര്യം കിട്ടിയെന്ന് പ്രിൻസ് തോന്നുന്നുണ്ടോ? കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യാനുള്ള ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നുന്നുണ്ട്. ഇത് വന്നതുകൊണ്ട് പ്രിൻസിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നു എന്ന് പ്രിൻസ് തോന്നുന്നുണ്ടോ? മാറ്റം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വായിച്ചിരി പറഞ്ഞെന്ന് തോന്നുന്നു. ഒരു ചേഞ്ച് വന്നെന്ന് തോന്നില്ലേ? സ്വഭാവ രൂപീകരണത്തില് സ്വഭാവത്തിനകത്തൊക്കെ ഒരു വ്യത്യാസം വന്നു തോന്നില്ലേ? അതുകൊണ്ട് വൈബ്രന്റ് ആയിട്ട് എല്ലാവരോടും വഴക്കൂടി അല്ലെങ്കിൽ അടി ഉണ്ടാക്കുന്ന ഒരു പ്രിൻസ് എന്നുള്ള ലേബലിൽ നിന്നും വളരെ മനുഷ്യത്വപരമായിട്ട് സംസാരിക്കുന്ന ഒരു പ്രിൻസ് എന്ന ലേബലിലോട്ട് വന്നു എന്നൊരു തോന്നലുണ്ടാവുന്നുണ്ടോ? ഓക്കെ പ്രിൻസ്, മ്യൂട്ട് ചെയ്തോളൂ. ശ്രീരാജര ഒരു ചോദ്യമുണ്ട് പ്രിൻസിനോട്. ചോദിക്കൂ. പ്രിൻസ്, ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് തടി കുറഞ്ഞു? തടി കുറഞ്ഞു? സത്യം പറ, 1 കിലോ കുറഞ്ഞിട്ടുണ്ട്. പണിയെടുത്താലും തടി കുറയും. പ്രിൻസിനെ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. പ്രിൻസിന്റെ ഇൻഡിവിജ്വൽ സ്കോർ ആയിരുന്നു 848. ഓൾമോസ്റ്റ് എല്ലാരെക്കാളും ഒരുപാട് കൂടുതൽ. ഇപ്പം പ്രിൻസും ചിന്റെ ഡിഫറൻസ് നോക്കുമ്പോ 100ന്റെ ഡിഫറൻസിലാണ് നിൽക്കുന്നത്. നിങ്ങൾ കണ്ടത് 100 അല്ല 150 ഡിഫറൻസ് നിൽക്കുന്നത്. അപ്പൊ പ്രിൻസ് എങ്ങനെയാ ചിന്റെ കോമ്പറ്റീഷൻ ആയിട്ട് കാണുന്നത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ. ഞാൻ എന്റെ ഗെയിമുമായിട്ട് ഞാൻ മുന്നോട്ട് ചിന്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് കണ്ടിട്ടേ ഇല്ല. ഓക്കെ, പ്രിൻസിന് അൺമ്യൂട്ട് ചെയ്യാം. ചിന്ത ഒന്ന് മ്യൂട്ട് ചെയ്യാം. പ്രിൻസിന് അൺമ്യൂട്ട് ചെയ്യാം. ചിന്ത മ്യൂട്ട് മാറ്റൂ. ചിന്റെ ഇൻഡിവിജ്വൽ സ്കോർ 767. പ്രിൻസിന്റെ സ്കോർ 848. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ സ്കോറിനെ ബീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിൻസിനെ തോപ്പിച്ച് മുമ്പോട്ട് ചെയ്യണം? ഞാനും പ്രിൻസും തമ്മിൽ 82 മാർക്കിന്റെ വ്യത്യാസമുള്ള 82. അത്ര ഉണ്ട്. അത് സംഭവം എന്താ വെച്ചാൽ ആദ്യത്തെ ഗോൾഡൻ ബാവ പ്രിൻസ് പിടിച്ചപ്പോ ഒരു 100 മാർക്കിന്റെ എക്സ്ട്രാ ബോണസ് പ്രിൻസിന് കിട്ടി. പിന്നെ നമുക്ക് അത്രയും എത്താൻ പറ്റിയിട്ടില്ല. നമ്മളൊരു മിനിമം ലെവലിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണോ ചിന്ത സെക്കൻഡ് പൊസിഷനിൽ വന്നത്? ഞാന് 6-ാമതെങ്ങാണ്ടാ കിടന്നത് ആദ്യത്തെ വീക്ക്. അത് കഴിഞ്ഞ് കേറി 2ാമത് വരെ എത്തിയില്ലേ. ഞാൻ പറയാം. എനിക്ക് ഇതാണ് ചോദിക്കുന്നത്. മഹാദേവ് ഉണ്ടോ? മഹാദേവ് ഉണ്ടോ? ശ്രീയായിട്ട് ഒരു സംശയം ചോദിച്ചോളൂ. ഓഡിയൻസിന് കൊടുക്കട്ടെ, ഇതുവരെ കൊടുത്തില്ല. മറ്റേ സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻ ഓഫ് ചെയ്ത ചിന്തയും പ്രിൻസും വന്നതിനെ കുറിച്ചും, അല്ലെങ്കിൽ ലിജോ ആദ്യം ഹൗസിൽ വന്നതിന് ശേഷം എങ്ങനായിരുന്നു ഇവരെത്തിയതിനെ കുറിച്ച് ലിജോയ്ക്കൊന്ന് പറയാം. ലിജോ പറയൂ. ഞാൻ പറയുവാണെങ്കിൽ ചിന്തയൊക്കെ ചുമ്മാ ഉടായ്പ കളിയാണ്. കാരണം ചിന്തയൊക്കെ കുറെ പിള്ളേരെ നടത്തി നിർത്തിയിട്ട് അവര് ഇപ്പൊ എന്താ പറയാനാണെങ്കിലും, ഇപ്പൊ നോമിനേഷന്റെ പേര് പറയാനാണെങ്കിലും അല്ലാത്ത പേര് പറയാനാണെങ്കിലും ഫുൾ ടൈം ചിന്തയുടെ പേര് ആരൊക്കെ ചിന്തയുടെ പേര്. പിന്നെ പ്രിൻസിപ്പളോടെ കാര്യമാണെങ്കിൽ വലിയച്ഛനും കുഞ്ഞമ്മനത്തെ മാമന്റെ പോലെ ചിറ്റപ്പന്റെ പോലാന്നൊക്കെ പറയുന്നത്. ഇത് കുടുംബമല്ല, ഇത് കളിക്കുക. ഇത് ബിഗ് ബോസിന്റെ ഷോയാണ്. മഹാദേവ് പറയുന്നത് എന്റെ വലിയച്ഛന്റെ മോന്റെ കൂട്ടാണ് എന്തോ പ്രിൻസ് പോകുന്നത്. വലിച്ചിടെ പോലൊക്കെ ആണെങ്കിൽ വീട്ടിൽ കുടുംബശ്രീ മീറ്റിംഗ് ഒന്നും അല്ലല്ലോ, ഫാമിലി രക്ഷൊന്നും അല്ലല്ലോ. ഇപ്പൊ ഇല്ലയോ, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ പേര് പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണം. അതാണ് ഇപ്പൊ നടന്നോളൂ. അതിന്റെ ഒന്നും അല്ല, ഞാൻ പറഞ്ഞ ഞാൻ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോ കുഞ്ഞേച്ചി പ്രിൻസിപ്പൽ അച്ഛനെയോ അച്ഛന വലിയ അതോ ജയിലിൽ കയറിയ ഫ്രസ്ട്രേഷനോ? ലിജോ താങ്കൾ ആദ്യം ഈ ഹൗസിൽ വന്നതിന് ശേഷം ഇപ്പൊ താങ്കളുടെ ഹൗസിലുള്ള പെർഫോമൻസുമായിട്ട് താങ്കൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? ഞാൻ ആദ്യമേ കയറുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് 1ാം സ്ഥാനമൊക്കെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് പോലും എനിക്ക് 100-400 സംതിങ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ കുറെ മൈനസും പോയിട്ടുണ്ട്. അതെല്ലാം കൂടെ നോക്കിയായിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ കയറിയായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ ഒരു നേരത്തെ മുകളിലെത്താൻ ചിന്തകളിൽ എന്തായാലും മുകളിലെത്താൻ യോഗ്യതയുള്ള ഒരാളായിരുന്നു ഞാൻ കരുതുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് ലിജോയെ ഞാൻ ഭയങ്കരമായിട്ട് അംഗീകരിക്കുന്നു. താങ്കളെ ആ 2ാം പൊസിഷന് വേണ്ടി വന്നിട്ട് അവസാനം വരെ ഫൈറ്റ് ചെയ്ത വ്യക്തിയാണ് താങ്കൾ. അതിന് അങ്ങേറ്റത്തെ അപ്രീസിയേഷൻ താങ്കൾ. കാര്യം അതൊരു ഫൈറ്റാണ്. താങ്കളൊരു ഫൈറ്റാണ്.
എനിക്കൊരു ഗ്രൂപ്പ് ഇഷ്യൂ പക്കാ ഇല്ല. ഫൈബറാണ്. ഇവിടെ ഉള്ളവരെല്ലാം ഗ്രൂപ്പിസം ആണ്. ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഇവിടെ ഉള്ളവരെന്തോ ചേട്ടനും കുഞ്ഞമ്മയുടെ മക്കളും മാന്റെ അനിയത്തെന്തോ അനിയന് ചേട്ടനൊക്കെ പറഞ്ഞാ ഇരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒന്നുമില്ല. നമ്മള് ഗെയിം കളിക്കാനാണ്. അപ്പൊ നമ്മള് ഗെയിം തന്നെ കളിക്കണം. ഫാമിലി സിരാജര സിരാജര ഒരു മിനിറ്റ് വെയിറ്റ് ഒരു വെയിറ്റ് പറ. മിനിറ്റ്. ലിജോ പറഞ്ഞു. ആ ലിജോ കേക്കാവോ? ലിജോ ആ ഇൻഡിവിജ്വൽ സ്കോർ ആയിരുന്നു 369, ആ 11ാമത്തെ സ്ഥാനം, ആ ഓൾമോസ്റ്റ് ഡേഞ്ചർ സോൺ പറയാം. ആ പക്ഷേ ലിജോയെ ചില പെർഫോമൻസ് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം ഞങ്ങൾ പറയാം. വൺ ഓഫ് ദ ഫാർ ബെറ്റർ കണ്ടസ്റ്റന്റ് ആയിരുന്നു വൈൽഡ് കാർഡ് എൻട്രി. ആ ആദ്യം ഡിലേ ആയിരുന്നു, പക്ഷെ പിന്നീട് അവിടെ നിന്ന് ഗ്രാഫ് മേലോട്ട് പോയി തോന്നുന്നു. ഞാൻ സത്യം പറയല്ല, ഞാൻ ഇങ്ങനൊന്നും ചെയ്തിട്ട് പോലുമില്ല. ഞാൻ വേറെ കുറെ ടാസ്കുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഒരു ഫോട്ടോ പോലും ഒരു ഇതുപോലെ ഞാൻ ഇട്ടിട്ട് പോലുമില്ല. പക്ഷെ ഇത് വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയത്. ലിജോ പക്ഷെ ഞാനൊരു കാര്യം ലിജോ തരാം. ലിജോ ഒരു സിരാജര ഒരു കാര്യം കൂടി. ലിജോയെ ഏറ്റവും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയി തോന്നിയ ഒരു ടാസ്ക് എന്ന് പറയുമ്പോൾ സ്കൂൾ ടാസ്ക്. ആ ഞാൻ ചിന്തിക്കാത്ത അപ്പുറത്തായിരുന്നു ലിജോയെ പെർഫോമൻസ്. ഞാൻ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് ചിരിച്ച ഒരു വീഡിയോസ് അതൊക്കെ. അപ്പൊ ലിജോയെ പെർഫോമൻസ് പറയാനുള്ളതെന്ന് പറയുമ്പോ ഒരു ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഗ്രാഫ് പയ്യെ ഇങ്ങോട്ട് കയറി തന്നു. ആദ്യമേ വന്ന ദിവസം ഞാൻ ഗ്രൂപ്പിലൊന്നും വലിയ ആക്റ്റീവ് ഒന്നും എനിക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അറിയത്തില്ലായിരുന്നു, ആരും അറിയത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ചുപേരൊക്കെ അറിയത്തുള്ളൂ. പിന്നെ മിണ്ടി വന്നപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഓരോ ആഗ്രഹങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത്. നല്ലതല്ലേ ലിജോ? ലിജോ, താങ്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ കോളേജിൽ പഠിക്കുന്ന സമയത്തോ പോലും താങ്കൾ ഇതുപോലൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സുണ്ടായത്? താങ്കൾക്ക് ഈ ധൈര്യം എവിടെ നിന്ന് വന്നു? താങ്കൾ ഈ ഷോയിൽ വന്ന ശേഷം താങ്കൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് താങ്കളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതേപോലെ മാറ്റം വന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ എല്ലാരും ചെയ്യുന്ന കണ്ടല്ല എനിക്ക് തന്നെ തോന്നി ഇതേപോലെ ചെയ്ത് എങ്ങനെയെങ്കിലും ഇത് വിന്നർ ആവണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, സന്തോഷമാകുന്നുണ്ട്. ഈ ഷോയ്ക്കകത്ത് വന്നിട്ട് നഷ്ടങ്ങൾ ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? അതല്ലെങ്കിൽ ഈ ഷോയ്ക്കകത്ത് വന്ന എന്തെങ്കിലും താങ്കളുടെ ജീവിതത്തിൽ ഇത് മാറ്റമൊന്നും താങ്കൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഉറപ്പായിട്ടും മാറ്റമുണ്ട്, കുറെ മാറ്റങ്ങളുണ്ട്. ഓക്കെ ലിജോ, വിളിക്കാം, നോട്ട് ചെയ്തോളൂ. ആ അശ്വതി, അശ്വതി ഒന്ന് മ്യൂട്ട് ചെയ്തോ. അശ്വതി മ്യൂട്ട് ചെയ്തോ. മഹാദേവൻ ഉണ്ടോ? മഹാദേവൻ ഒന്ന് വീഡിയോ തുറന്ന് ഒന്ന് വരൂ. മഹാദേവൻ, താങ്കൾ ഇവിടെ വന്നത് ബിഗ് ബോസിൽ കണ്ടസ്റ്റന്റ് ഒന്നാമതാവാനാണോ അതോ രണ്ടാമതാണോ അതല്ലെങ്കിൽ അവസാന സ്ഥാനത്തോട് പോകാനാണോ? താങ്കൾ എന്തിനാണ് ഇവിടെ വന്നത്? അപ്പോ സ്വാഭാവികമായിട്ടും നാസിലും പ്രിൻസും മഹാദേവനുമാണ് അവിടെ ഒരു ഫൈറ്റ് വന്നത്. നാസില് വന്നിട്ട് അവിടെ പ്രിൻസുമായിട്ട് ഭയങ്കര ഫൈറ്റ് ചെയ്ത് അവസാനം പിടിച്ച് പൊരുതി നിന്ന് നാസിലെ തോറ്റ് പിന്മാറുന്ന അവസ്ഥയിലോട്ട് എത്തി. ഓക്കെ, പിന്നെ താങ്കളും പ്രിൻസുമായിട്ട് ഫൈറ്റ് വന്നത്. എന്തുകൊണ്ട് പെട്ടെന്ന് പ്രിൻസിനെ വാക്ക് ഓവർ ചെയ്ത് താങ്കൾ മാറിക്കൊടുത്തു? അവിടെ എനിക്ക് പ്രിൻസ് ഏട്ടനെതിരെ സംസാരിക്കാൻ വലിയ രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അതാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ വന്നത് ഇവിടെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയാണോ അതോ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണോ താങ്കൾ വന്നത്? താങ്കൾ ജയിക്കാനാണോ വന്നത് അതോ തോൽക്കാനാണോ വന്നത്? അല്ല, അവിടെ എനിക്ക് പോയിന്റുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ സെക്കൻഡ് സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ പറയാൻ പോയിന്റുകളുണ്ട്. കാര്യം ഓപ്പോസിറ്റ് ഇരിക്കുന്ന 3 പേര് എന്നെക്കാട്ടിയും. അപ്പൊ താങ്കൾ പ്രിൻസിന്റെ മുന്നിൽ തോൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റാണ് താങ്കൾ സ്വയം വിലയിരുത്തി. അപ്പൊ താങ്കൾ വിന്നർ ആവാൻ യോഗ്യനല്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് അത്രയും സമയമില്ല. 1.5 മണിക്കൂറാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് എനിക്ക് 2ാം സ്ഥാനം ഉറപ്പിക്കാൻ അത്രയും ചുരുങ്ങിയ സമയങ്ങളെ എത്തിയുള്ളൂ. അപ്പൊ ഇറ്റ്സ് അൺഫെയർ, പക്ക അൺഫെയർ. അതായത് ഞങ്ങളെ ജഡ്ജസ് പാനലിന്റെ മുന്നിൽ താങ്കൾ കൊണ്ടായിരുന്ന ഗ്രാഫ് അവിടെ ഇടിഞ്ഞു. താങ്കളുടെ മാർക്ക് അവിടെ പോയി. ഈ ഒരു വീക്ക് ഇങ്ങനെ ഉണ്ടായിരുന്ന മഹാദേവിന്റെ ഈ ഒരു വീക്ക് പെർഫോമൻസ് മഹാദേവ് സ്വയം ഒന്ന് വിലയിരുത്താവോ? സ്വയം വിലയിരുത്തിയ വലിയ കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ വീക്കുകളെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാതെ പോയില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം മഹാദേവിന്റെ ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെയല്ല പോയത്, ഇങ്ങനെ ഒറ്റയടിക്ക് താഴേക്കാണ് ഈ വീക്ക് പോയത്. മഹാദേവന് മനസ്സിലാവുന്നുണ്ടോ?
അത് എനിക്ക് എന്തുകൊണ്ടാണ് കുറച്ച് മഹാദേവ് ഒരാളെ ടാർഗറ്റ് ചെയ്ത് നിന്നിരുന്നു. ആ ഒരു കണ്ടസ്റ്റന്റ് പേര് ഞാൻ പറയുന്നില്ല. ആ കണ്ടസ്റ്റന്റ് പുറത്ത് പോയതിനു ശേഷം മഹാദേവിന് തന്നെ സ്വയം തോന്നി തുടങ്ങിയോ മഹാദേവ് വീക്കായി എന്നുള്ളത്? കാരണം ഒരു ഇത് മെസ്സേജ് ഞാൻ കണ്ടിരുന്നു, ജപ്പാനിലിരുന്ന് പ്രായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏൽക്കുമെന്നൊക്കെ. അത്രയും കോൺഫിഡൻസ് പോയി തുടങ്ങി മഹാദേവിന് സ്വയം. അങ്ങനെയില്ല. കാരണം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്ന് കുറെ പോരായ്മകള് അടിക്കടിക്ക് വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് പോയിന്റുകൾ വന്നു. ഒന്ന് ഷെയർ ചെയ്യാമോ? മഹാദേവന്റെ അല്ലേ? മഹാദേവിന്റെ ഗ്രാഫ് ഒന്ന് ഷെയർ ചെയ്യാം. ആരവി, മഹാദേവന് ഇൻഡിവിജ്വൽ സ്കോർ 549, ഓൾമോസ്റ്റ് റെഡിലാ എടുക്കുന്നത്. മഹാദേവ് നന്നായിട്ട് പെർഫോം ചെയ്യും. മഹാദേവന് എല്ലാ കഴിവുകളും ഉണ്ട്. പക്ഷേ ഓവർ കോൺഫിഡൻസ് ആണോ അതോ കോൺഫിഡൻസ് പോയതാണോ എന്താ പ്രശ്നം എന്നറിയില്ല. ആദിത്യം ഒന്ന് സൂം ചെയ്യാവോ? മഹാദേവേ, ഇങ്ങനെയാണോ മഹാദേവിന്റെ ഗ്രാഫ് ഇപ്പോ? താഴെ പോയി. മഹാദേവൻ അത് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു ഈ ഗ്രാഫ് വരയ്ക്കുമ്പോ? ഇതെന്താ ഇങ്ങനെയൊക്കെ എടുത്തിരിക്കുന്നത്? ഒരു ഗ്രാഫിന്റെ പിക്ക് എടുക്കാൻ അറിയില്ലേ? അത് ഞാൻ ഗ്രാഫ് വരയ്ക്കുന്ന കാര്യം മറന്നുപോയി. പിന്നെ പെട്ടെന്ന് സമയം കഴിഞ്ഞ്. അതാണ് ഇപ്പൊ മഹാദേവന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മഹാദേവന് ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിഗ് ബോസ് തരുന്ന ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിട്ട് കേൾക്കാനോ വായിക്കാനോ ഒന്നും പറ്റുന്നില്ല. എല്ലാം നേരെ ഓപ്പോസിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. എവിടെയോ ഒരു പിഴവ് മഹാദേവൻ ഈ വീക്കിൽ സംഭവിച്ചിട്ടുണ്ട്. മനസ്സിലായോ? നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നത്, നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്, പിന്നീട് എന്താ അൺഫെയർ ആയിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി. ഒരു TTF ടാസ്കില് അൺഫെയർ ആയിട്ട് കളിച്ചില്ലേ മഹാദേവ്? നേരത്തെ ഫോട്ടോ എടുത്തിട്ട് അത് ഞാൻ ഈ റൂൾസ് പറഞ്ഞ എല്ലാത്തെ പറ്റിക്ക് ഞാനൊന്ന് തിങ്ക് ചെയ്ത് വെച്ചതായിരുന്നു. ലാലേട്ടന്റെ ജോലിക്കും പക്ഷേ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. എന്നാൽ മഹാദേവ് പെട്ടെന്ന് മഹാദേവൻ സംഭവിച്ചത് ആക്സിഡന്റ് ആണോ അത് പ്രസൻസ് ഓഫ് മൈൻഡ് പോയതാണോ എന്ന് അറിയത്തില്ല. എന്ത് ഇൻസ്ട്രക്ഷൻസ് തന്നാലും ഇപ്പൊ നേരെ ഓപ്പോസിറ്റാണ് മഹാദേവ് ഈ വീക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന മഹാദേവ് ഗ്രാജുവലി താഴേക്ക് പോവല്ലായിരുന്നു, തന്നെ താഴേക്ക് വന്ന് വീഴുക ചെയ്തത്. എന്താ പറ്റിയ മഹാദേവ്? ഇപ്പൊ ഒന്നാമത്തെ കാര്യം കോളേജിൽ പോകുന്ന ഒരു റീസൺ ആയിട്ട് ഞാൻ പറയുന്നില്ല. കാരണം പിന്നെ എന്തോ മനസ്സിന് ഒരു ഇത് കിട്ടുന്നില്ല. എന്ത് പറ്റി? എന്താ കോൺഫിഡൻസ് പോകാൻ കാര്യം എന്താ? അത് ഓവർ കോൺഫിഡൻസ് ആണോ? കോൺഫിഡന്റ് പോകുന്നതിന്റെ അല്ല, മനസ്സ് കുറച്ച് സാഡാണ്. പക്ഷെ ഞാനത് ഓവർകം ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളം വരുന്നെന്ന് അറിഞ്ഞില്ല. ഒരു കാര്യം മനസ്സിലാക്കാം മഹാദേവ്, ഇത് ടിക്കറ്റ് ഫിനാലെ ആയിരുന്നു. നമ്മള് ഫൈനൽ വീക്കിലേക്ക് എത്തി. അപ്പൊ മനസ്സ് കയ്യിൽ നിന്ന് പോവുക എന്നൊക്കെ പറയുമ്പോ ഇനി സമയമില്ല. ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ ഇനി സമയം ഒട്ടും ഇല്ല. സമയം നഷ്ടപ്പെട്ടേക്ക് മഹാദേവ് താഴേക്ക് പോകത്തില്ല. ടാസ്കിൽ ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നെക്കാട്ടും ബെറ്റർ ആയിട്ട് ഓരോരുത്തരും കളിക്കുന്നുണ്ട്. ചെയ്യുന്നതിന്റെ എന്താണെന്നറിയോ ബെറ്റർ ആയിട്ട് ചെയ്യുന്നത്? അവിടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല മഹാദേവിന്. ഇപ്പൊ പഴയൊരു മഹാദേവ് ഇപ്പൊ ഇല്ല. പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാതെയാണ് ഓരോ ടാസ്കിലും മഹാദേവ്. ചില നേരം തോന്നുന്നു ഓവർ കോൺഫിഡൻസ് ആണ്, ചില നേരം തോന്നുന്നു മഹാദേവിന്റെ എല്ലാ കോൺഫിഡൻസും പോയിരുന്നുള്ളത്. മഹാദേവിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം ശ്രീരാജ പ്രവചനം അല്ലേ? പ്രവചന സിംഗം ഇന്ന് ആര് ഈ ജോൾസി എവിടുന്ന പഠിച്ചത്? ഞങ്ങൾ നമ്മുടെ ഈ ഒരു കണ്ടസ്റ്റന്റിനെ പുറത്താക്കാൻ പോകുന്ന കാര്യം അത് മഹാദേവൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. മഹാദേവൻ എങ്ങനെ വിവരം കിട്ടുന്നത്? ആദിത്യ വോട്ടിംഗ് എങ്ങനെ കൃത്യമായിട്ട് ഇത്ര വോട്ട് കുറവാണ്, ഇന്നാൾ പുറത്തു പോകുന്നത് കൃത്യമായിട്ട് എങ്ങനെ പ്രവചിക്കുന്നത്? അത് സത്യം പറഞ്ഞാൽ നമ്മളൊരു മൈൻഡ് ഓഫ് ഗെയിമാണ്. അത് ഞാനൊരിക്കലും അത് ഒരാളുടെ കയ്യിൽ നിന്ന് ഷെയർ ചെയ്ത് ആ ഒരു കിട്ടുന്നതല്ല. അത് എന്റെ ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം അങ്ങനെ നടക്കണേന്ന്. മനസ്സിലായ? അപ്പൊ അത് നടക്കുമെന്ന് അറിയത്തില്ല. ഈ സീസണിലെ ടൈറ്റിൽ വിന്നറായിട്ട് ആര് വരുമെന്നാണ് മഹാദേവൻ കരുതുന്നത്? ഞാൻ അടിച്ചില്ലെങ്കിൽ, അഥവാ എനിക്ക് അടിക്കാൻ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ, എനിക്ക് അടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ അടിച്ചില്ലെങ്കിൽ പ്രിൻസ് ഏട്ടൻ അടിക്കണമെന്നാണ് ആഗ്രഹം. ആഗ്രഹം അതെന്തുകൊണ്ട് അങ്ങനത്തെ ആഗ്രഹം?
കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ ഒരു വല്യച്ഛന്റെ മോനായിട്ട് എനിക്ക് പലപ്പോഴും പ്രിൻസ് ചേട്ടന് തോന്നുന്നത്. കാര്യം ആ ഒരു സംസാര രീതികളൊക്കെ കാര്യങ്ങളൊക്കെ എന്റെ ആ ചേട്ടന്റെ ഒരു രീതിയായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണോ പറഞ്ഞിട്ടുണ്ട്. റാങ്കിങ് അത് ഒരു അതുകൊണ്ടാണോ ഗെയിമർ റാങ്കിങ് അങ്ങനെയാണോ സ്ഥാനം തിങ്ക് ചെയ്യേണ്ടത്? വല്യച്ഛന്റെ മോനെ പോലെ ഏഹ് ഓരോട് വിൻ ചെയ്യണമെന്നാണോ? ഏഹ് വല്യച്ഛന്റെ മോനെ മനസ്സിലായില്ലേ? win ചെയ്യണമെന്നാണോ? വല്യച്ഛന്റെ മോൻ ജോൺ വല്യച്ഛന്റെ മ്യൂട്ട് മോൻ ചെയ്യും, മ്യൂട്ട് ചെയ്യും. മറ്റുള്ള കൺസേൺസ് മ്യൂട്ട് ചെയ്യും. ആരെ വിളിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പൊ മഹാദേവനെ സംസാരിച്ചാൽ മഹാദേവൻ മാത്രം സംസാരിച്ചാൽ മതി. ബാക്കി ഓഡിയൻസ് ആയാലും ശരി വേറെ ആരും അൺമ്യൂട്ട് ചെയ്യരുത്. അൺമ്യൂട്ട് ചെയ്യുന്ന എല്ലാവരുണ്ടെങ്കിൽ മഹാദേവ പിടിച്ച് പുറത്തായിരിക്കും. ആരെങ്കിലും അൺമ്യൂട്ട് സംസാരിക്കുകയാണെങ്കിൽ അപ്പഴേ പിടിച്ച് പുറത്തായിരിക്കും. ഒരു സംശയം വേണ്ട. പറഞ്ഞോ, മഹാദേവ പറഞ്ഞോ. വല്യച്ഛന്റെ മോൻ വല്യച്ഛന്റെ വല്യച്ഛന്റെ മോനെ win ചെയ്യണമെന്നാണോ ഒരു ഗെയിമർ ചിന്തിക്കേണ്ടത്? അങ്ങനല്ല. എനിക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് പിന്നെ ഈ മറ്റേ ബിഗ് ബോസ് ഇല്ലേ, അതിനകത്ത് കയറണമെന്നും അതിനകത്ത് കപ്പടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ സീസണിൽ തന്നെ എനിക്ക് എന്നിട്ടാണ് അതിനകത്ത് ഒന്നാം സ്ഥാനം വിട്ടുകൊടുത്തത്. അതിനകത്ത് ഗൂഗിൾ സൂമിറ്റ് വരെ എത്താൻ പറ്റും. മഹാദേവ് ഒരു മിനിറ്റ് ചോദ്യം എന്താ ചോദിക്കണേ അതിനുള്ള ആൻസർ അല്ല മഹാദേവ് തന്നെ. ആരവി ചോദിക്കാം ചോദ്യം. നമ്മളിപ്പം മഹാദേവ് ഓരോ കാര്യങ്ങൾ പ്രവചിക്കുന്നുണ്ട്. ഇവിടെ വിന്നർ ആകാൻ പോകുന്ന വ്യക്തി ആരാണെന്നാണ് മഹാദേവ് വിലയിരുത്തുന്നത്. മഹാദേവിന്റെ ആഗ്രഹമല്ല, മഹാദേവ് ഇത്രത്തോളം ഗെയിം കണ്ട് മഹാദേവ് വിലയിരുത്തുന്നത് എന്താണ്? വല്യച്ഛന്റെ മോന്റെ കാര്യമല്ല ചോദിച്ചത്. ഞാൻ അടിക്ക് വന്ന കാരണം ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്, പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ എന്നെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളിൽ എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. പിന്നെ ഗെയിമിൽ അത്യാവശ്യം എന്നെ കൊണ്ട് കഴിയുന്ന വിധം കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ വീക്ക് ഒറ്റ സെക്കൻഡ്. ഇന്ന് 2 പേര് പോകുന്നുണ്ട്, നാളെ 2 പേര് പോകുന്നുണ്ട്. ഇന്ന് പോകുന്ന 2 പേര് ആരൊക്കെ ആയിരിക്കും? മഹാദേവ അതെനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അല്ല, മഹാദേവൻ പ്രവചന സിംഹമാണല്ലോ, എല്ലാം പ്രവചിക്കുന്നു. ഭയങ്കര മഹാദേവന്റെ പ്രവചനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജ്യോത്സ്യന്മാരെ പോലും കാണിപ്പേർ മറ്റേ രാമൻ നമ്പൂതിരിപ്പാടിനേക്കാളും വലിയ ജ്യോത്സ്യനാണ്. ആറ്റുകാൽ ജാതക സംബന്ധം മാറി നിൽക്കുമെന്നാണ് പലതും പറയുന്നത്. വേണ്ട, എനിക്ക് ജോലിച്ചനാവുണ്ട്. എന്റെ ദൈവമേ, ഞാൻ എന്റെ ആഗ്രഹങ്ങൾ പറയുന്നില്ലേ. ഓ, ആഗ്രഹങ്ങളാണ് പ്രവചിച്ചുകൊണ്ടിരുന്നത്. പറയല്ലേ? പറഞ്ഞു. ധനുഷ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ശ്രീരാജേട്ടൻ നോട്ട് ചെയ്യുന്നു. മഹാദേവന്റെ ഇൻഡിവിജ്വൽ സ്കോർ 549. അപ്പം മഹാദേവ് റാങ്ക് ബേസ് 1 2 3 4 5 ഇത് റാങ്കിങ് ആയിരുന്നു നിങ്ങൾക്ക് തന്ന ടാസ്ക്. പക്ഷേ നിങ്ങളിന് പല കണ്ടസ്റ്റന്റും ആദ്യമൊക്കെ ചെറുതായി മുട്ടാൻ നോക്കി പ്രിൻസ് ആയിട്ട്, പിന്നെ പയ്യെ കോർണറായി മാറി. അത് എന്തുകൊണ്ട്? മഹാദേവ് പോലെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് അത് ചെയ്തപ്പോൾ ഓഡിയൻസ് വരെ ചോദിച്ചു, മഹാദേവ് എന്താ ഗെയിമിന് പോയോ, അത് മഹാദേവിന് ഗെയിം ഡൗൺ ആയോ, അത് മഹാദേവിന് ഇനി ജയിക്കാൻ ആഗ്രഹമില്ല, എന്താ മഹാദേവ്? അതിനുള്ള ആൻസർ വേണം, ഓഡിയൻസിന് വേണം. ഗെയിമിന്ന് ഡൗൺ ആയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് പിന്നാലെ എന്നെ കൊണ്ട് കഴിയുന്ന വിധം അത്യാവശ്യം ഞാൻ നല്ലപോലെ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആണെങ്കിലും ഇപ്പൊ എനിക്കെതിരെ വരുന്ന പ്രശ്നങ്ങളാണെങ്കിലും പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് ചിന്ത ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ഞങ്ങൾ 5 പേരൊക്കെ പേര് എഴുതിയിട്ടിട്ട് ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. എന്റെ പേരും അശ്വതിയുടെ പേരും ആസിഫ് അലിയുടെ പേരും പ്രിൻസ് ചേട്ടന്റെ പേരും പിന്നെ അലന്റെ പേര്. അപ്പൊ അങ്ങനെയൊക്കെ ഇട്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ പൊട്ടി. കാരണം ഞാൻ ആ ഒരു ഗ്രൂപ്പിലൊന്നും ഇല്ല. ഞാനാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് കളിക്കും. ചിലപ്പോ അവരിപ്പൊ ഓരോരോ മോർണിംഗ് ആക്ടിവിറ്റി നമുക്ക് തരുമ്പോഴത്തേക്കും ചിലപ്പോ എനിക്ക് മനസ്സിൽ തോന്നുന്ന പ്രിൻസ് ചേട്ടന്റെ പേരായിരിക്കും. ഇപ്പൊ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പ്രിൻസ് ചേട്ടന്റെ ആയിരിക്കും, പ്രിൻസ് ചേട്ടൻ ചിലപ്പോ എന്റെ പേരായിരിക്കും പറയുന്നത്. അപ്പൊ അവരുടെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫേവറിസം അല്ലെങ്കിൽ ഗ്രൂപ്പിസം എന്നുള്ള രീതിയിൽ വരും. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും എല്ലാവരും ആ ഒരു സോഫ്റ്റ് കോർണർ ആണ് മറ്റേതാണ് വിഷ്ണുവിനെ റിമൂവ് ചെയ്യും. ആ ഒരു രീതിയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചിന്തയെ തിരുത്തി, ചിന്തയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു ആ കാര്യം. ഞാൻ ഒരിക്കലും ആ ഗ്രൂപ്പിലില്ല, എന്റേതായ രീതിയിലാണ് ഞാൻ ഗെയിം കളിക്കുന്നത്. പക്ഷേ മഹാദേവ് ഈ പറയുമ്പോൾ ഗെയിമിനെ സ്ഥലത്ത് ഞാനും എന്റെ ക്രൂ മെമ്പേഴ്സ് ഇരുന്ന് കാണുമ്പോൾ
നോമിനേഷൻ തൊട്ട് ജയിൽ നോമിനേഷൻ വരെ ഒരാളെ പേര് പറയുമ്പോ പിന്നെ കണ്ടിന്യൂസ് അത് തന്നെ ആയിരിക്കും. മീൻസ് ഒരു ചെയിനാ നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ചെയിനാ. ആ ചെയിൻ ജനങ്ങൾ കാണുമ്പോൾ ഓക്കെ നിങ്ങളെ അകത്തൊരു ഗ്രൂപ്പീസം ഉണ്ടെന്ന് ക്ലിയർ കട്ട് മനസ്സിലാവും. അതുമല്ല മഹാദേവനെ ഗ്രാഫ് ഇങ്ങനെ പോയ സാധനം ഡൗൺ ആയി. മഹാദേവന് ഇനി എങ്ങനെയാ ഇനി ഒരാഴ്ച കൊണ്ട് മഹാദേവ് എങ്ങനെയാ ഗ്രാഫ് കൊണ്ടുപോകണേന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മഹാദേവനെ ഗ്രാഫ് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയി. ഇത് എന്റെ ഒപ്പീനിയൻ അല്ല, ഓഡിയൻസിന്റെ ഒപ്പീനിയൻ. അതെന്തായാലും ഉയർത്തും. ഇനിയുള്ള ഓരോ നിമിഷങ്ങളും എനിക്ക് എന്റേതായ രീതിയിൽ വിലപ്പെട്ടതുമാണ്. അതിന്റെ രീതിയിൽ ഉയർത്തുകയും ചെയ്യും. ധനീഷ്, നമുക്ക് മഹാദേവന്റെ വിഷയം ഒന്ന് മാറി ഒരുപാട് നേരമായി. അപ്പം മഹാദേവന്റെ വിഷയം ഒന്ന് വിടാം. ഓക്കെ, മഹാദേവ് മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ നമുക്ക് ഒരുപാട് ടിക്കറ്റ് ഫിനാലെ മെമ്മറീസ് ഉണ്ടല്ലേ? ടിക്കറ്റ് ഫിനാലെ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയാത മെമ്മറീസ് ആണ്. ആ മെമ്മറീസ് നമുക്ക് കുറച്ചൊന്ന് കാണാം. ആദ്യത്തെ ആ മെമ്മറീസ് ഒക്കെ ഒന്ന് കാണുമോ? ടിക്കറ്റ് ഫിനാലയുടെ കുറെ മെമ്മറീസ് ഉണ്ട്, ഒന്ന് കാണിക്കും എന്തൊക്കെയാണ്. ആദിത്യ സ്ക്രീൻ ഷെയർ. ആരവി പറയാം. നമ്മള് ഏറ്റവും കൂടുതൽ എന്താ പറയാ, സീരിയസ് ആയിട്ട് പോകേണ്ട ഒരു വീക്ക് ആയിരുന്നു, പക്ഷേ ഒരു കോമഡി വീക്ക് ആയിട്ട് മാറിപ്പോയത്. ഫസ്റ്റ് അലന്റെ ഒരു മെസ്സേജ് ഉണ്ട് ആദിത്യ, അതൊന്നും കാണിക്കാവോ? സർക്കസ് നമ്മൾ കുഞ്ഞിലെ കാണാൻ പോകുന്ന ഒരു സംഭവമാണ് അത്. അവരുടെ ജീവിതം ഇത്ര അടിപൊളിയായിരുന്നു എന്നുള്ളത് ഞാൻ അലൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഒന്ന് അലൻ, ഇതെന്താ എഴുതേക്കുന്നേ? സർക്കസും അതിനുള്ള ജീവിതവും ഒരു അടിപൊളി ഇന്നലെ അത്ര അടിപൊളിയല്ല. ജീവിതത്തിലെ കുറെ കാര്യങ്ങളെ സർക്കാസം കാരണമില്ല. കുറെ പേര് സർഗാശത്തിലെ ഭഗവാൻ മാക്കുന്നു. എന്താണ് സത്യം പറഞ്ഞ അത് വായിച്ചത് സർക്കാസം എന്നാണ്, സർക്കസ് എന്നല്ല. ഈ സർഗാശത്തെ ഭഗവാൻ മാക്കുന്നു എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ മലയാളം ടൈപ്പിംഗ് ഭയങ്കര വീക്ക്. എനിക്ക് മലയാളം ഞാൻ ടൈപ്പ് ചെയ്യാറില്ല. അപ്പൊ ഒന്നാമത് വായിച്ചത് തന്നെ സർക്കസ് എന്നാ. അപ്പൊ ഞാൻ സർക്കസ് അല്ല സർക്കാസ് എന്നാ വായിച്ചേ. അപ്പൊ അതെന്തോ ഒരു ടോപ്പിക്കാണ്, അതിന്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല. അപ്പൊ അത് നല്ലതാണ് ചീത്തയാണ് അങ്ങനെ രണ്ടും കൂടി എഴുതിയത്. അപ്പൊ സർക്കസുകാരുടെ ജീവിതം ഭയങ്കര അടിപൊളിയാണോ? അല്ല, സർക്കസ് എന്നല്ല ഞാൻ വിചാരിച്ചത്, സർക്കാസം എന്നാണ് ഞാൻ വിചാരിച്ചത്. വായിച്ചത് തെറ്റിയതാ. ആദിത്യ നെക്സ്റ്റ് പ്ലേ ചെയ്തോ. ഒരാൾക്ക് ഭയങ്കരമായിട്ടെല്ലാം തെറ്റിപ്പോകുന്നുണ്ടായിരുന്നു. അത് തെറ്റിപ്പോയത് തന്നെ വന്ന് എഴുതിയത് അതിനേക്കാളും വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. അക്ഷര പിശാശ്. ഇതൊന്നും വെച്ചാലാ പ്രീവിയസ് ഇമേജ് എടുത്തേ. ചൈന വൻമതിലിന്റെ ഇമേജ് ഒന്ന് എടുത്തേ ആദിത്യ. ഇപ്പൊ കഴിഞ്ഞില്ലേ? ഇത് തന്നെ അലൻ. അല്ല ബേക്കൽ ബോട്ട് ഇങ്ങനെയാണോ കാണാൻ? അതല്ല, ഒരു അല്ല ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാ ചോദിക്കുന്നേ. ബേക്കൽ ബോട്ട് ഇങ്ങനെയാണോ കാണാൻ? അതല്ല, ഒരു പ്രണയമല്ലാത്ത സിനിമയുണ്ട്. ആ സിനിമയിൽ പാട്ട് സീനില് ഏകദേശം ഇതുപോലത്തെ ഒരു സാധനം കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചത് ബേക്കൽ ഫോർട്ട് ആണോ, ചൈന മതിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. ബാക്കി കാണിച്ചോ. അക്ഷര പിശാശ് ചിന്തയുടെ വകയുണ്ട്. പിന്നെ നെക്സ്റ്റ് എടുത്തോ. അതെ, ഈ അക്ഷരലോകത്ത് അക്ഷര പിശകെന്ന് പറയത്തില്ല. തെറ്റിപ്പോയി. ഇതൊന്നും എന്താ സൂം ചെയ്തേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രി കറക്റ്റ് ആയിട്ട് മനസ്സിലാണല്ലേ. ആരവി ഇതിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ലൈക്ക്. അതെ, റിയാക്ഷൻസ് കിട്ടിയ ഇതുവരെ ഇത്ര ഷോ നടന്നിട്ട്. അല്ലല്ല, മൻസൂർ ഇതൊന്ന് വായിക്കോ. മൻസൂർ അൺമ്യൂട്ട് ചെയ്യോ? അൺമ്യൂട്ട് ചെയ്യാമോ? ഇതൊന്ന് വായിക്കാമോ? സത്യനന്ദിക്കാണ് ആദ്യമായി തിരക്കഥ സംവിധാനം ചെയ്ത പടമാണ് സുന്ദരമാട്ടായി ഏറ്റവും കൂടുതൽ ഓടിയ പടമാണ് തിയേറ്ററിൽ. അന്ന് ടിക്കറ്റ് ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി. പിന്നെ ഈ പടത്തിന് വേണ്ടി മീരാവിന്റെ ബുദ്ധിമുട്ടുകൾ ആലോചിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ തിയേറ്ററിൽ പോകുന്നത് മാത്രം ബുദ്ധിമുട്ടായി തോന്നില്ല. രസതന്ത്രം അന്നത്തെ ഒരു ചരിത്രമായിരുന്നു. അല്ല മൻസൂർ വീഡിയോയിൽ വരാമോ? വീഡിയോയിൽ വരാമോ മൻസൂർ? വീഡിയോയിൽ വരാമോ? ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചില്ലാട്ടാ. ഇവിടെ മൊത്തം
ഓക്കെ 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 വീഡിയോ മ്യൂട്ട് ചെയ്തോളൂ ഓഡിയോയിൽ വരൂ. ഈ രസതന്ത്രത്തെ കുറിച്ച് ഇങ്ങനെ വന്നപ്പോ താങ്കൾ സർക്കസിച്ച് എഴുതിയതാണോ അതോ താങ്കൾ ഇങ്ങനെയാണോ മനസ്സിലാക്കിയത്? എനിക്ക് ആകെ അറിയാവുന്ന സ്വാതന്ത്ര്യമാണ്. ഈ രസതന്ത്രം എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കിയത് അങ്ങനെയാണോ? എന്താ സിനിമയാണെന്ന് മനസ്സിലാക്കിയാണോ എഴുതിയത് അതോ രസതന്ത്രത്തിൽ സർക്കസിച്ച് ആണോ? ഇതിലിപ്പോ അങ്ങനെ എഴുതാൻ തോന്നി, അതുകൊണ്ട് ഞാൻ എഴുതി. അതായത് സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും കൂടി ഇത് പഠിച്ചെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കോച്ച് ഇതിനെ കുറിച്ച് എനിക്ക് വലിയ കൃത്യമൊന്നുമില്ലാത്ത സംഭവം. ക്ലിയർ അല്ല, വോയിസ് ക്ലിയർ അല്ല മനസ്സ്, വോയിസ് ക്ലിയർ അല്ല. അതായത് പറഞ്ഞോളൂ. പറഞ്ഞോളൂ, വോയിസ് ക്ലിയർ അല്ല, അതുകൊണ്ടാ ചോദിച്ചു, പറഞ്ഞോളൂ. ഞാൻ സ്കൂളിലൊക്കെ പോയി ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടുണ്ട്, പഠിച്ചെന്ന് ഞാൻ പറയില്ല. അപ്പൊ ടീച്ചർമാരൊക്കെ ഇരുന്ന് പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെയോ ഓർമ്മയുണ്ട്, പക്ഷെ ഇപ്പൊ പറഞ്ഞ സമയത്തൊന്നും ഓർമ്മയില്ല. അതറിയാവുന്ന കേരള പടത്തിനെ കുറിച്ചാണ്. ഓക്കെ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയ അങ്ങോട്ട് വരാം. ഇതിനകത്ത് ഉൾപ്പെടുത്തിയ 2 വിഷയം കൊണ്ട്, അതായത് ലിജോയും മൻസുവും മീൻസ് വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള 2 കണ്ടസ്റ്റൻസ് ആണ്. ലിജോ നേരത്തെ പറഞ്ഞിട്ട് പോയി. മൻസു ഒരു വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് മൻസൂന് എങ്ങനെ ഫീൽ ചെയ്യുന്നു? വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് ഈ ഹൗസിനെ എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഇത്ര നാളുള്ള ഗെയിം എങ്ങനെ തോന്നുന്നു? മൻസു ഇപ്പൊ ഈ ടിക്കറ്റ് ഫിനാലേക്ക് മത്സരിച്ചു. ആദ്യം വന്ന മൻസു ഇപ്പോഴുള്ള മൻസു തമ്മിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്താണ് മൻസൂർ പറയാനുള്ളത്? മനസ്സു ക്ലിയർ ആവുന്നില്ല. മനസ്സിനെ വിളിക്കാം. മ്യൂട്ട് ചെയ്തോളൂ. മനസ്സിനെ വിളിക്കാം. മനസ്സിനെ ക്ലിയർ ആയിട്ട് എവിടെയെങ്കിലും നിന്നിട്ട് സംസാരിക്കും. മനസ്സിനെ മ്യൂട്ട് ചെയ്തോളൂ. ആദിത്യ എന്തൊറ്റി ബിഗ് ബോസ് അല്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഹോസ്റ്റ് ആണ്. 1000 വട്ടം നിങ്ങളോട് പറയുന്നുണ്ട്. ഹോസ്റ്റ് ഞാൻ ഇതില് കട്ടാക്കിട്ട് വേറെ ഫോണിന്ന് ജോയിൻ ചെയ്യാട്ടോ. ഏതെങ്കിലും വന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഇവിടെ വന്നിട്ട് ലോണിന് കൺമിട്ട് പറയണേ. ആദിത്യ നാസിലെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അതൊന്ന് കാണിക്കാവോ? ഈ ക്വസ്റ്റ്യൻ തന്നെയാണോ? ഞാൻ ഇപ്പൊ മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഒന്ന് നോക്കാവോ? കുട്ടികളെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതൊന്ന് സൂം ചെയ്തേ ആദിത്യ. ആ ക്വസ്റ്റ്യൻ ഒന്ന് സൂം ചെയ്തേ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി പ്രേം നസീർ. അല്ല, ഞാൻ ഈ പ്രേം നസീറിന്റെ സിനിമകളുടെ എന്തോ ഉണ്ടായിരുന്നു, അപ്പൊ അതെന്ന് വിചാരിച്ച് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ടാ. കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇല്ല, കുട്ടികളെ തപാൽ സ്റ്റാമ്പ് ആരും പ്രത്യക്ഷപ്പെട്ടതൊന്നും കുട്ടികളെ ഇപ്പം പഠിപ്പിക്കാനില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആദ്യ മലയാളി എന്തോ പ്രേം നസീറിന് അങ്ങനെ എന്തോ അംഗീകാരം ഉണ്ടായിരുന്നു, അപ്പൊ അത് വെച്ചങ്ങ് പെട്ടെന്ന് ഇട്ടയാണ്. അല്ല, കുട്ടികളെ ഫ്യൂച്ചർ സേഫ് ആണോ? കുഴപ്പമില്ല, നല്ല ഫീച്ചറാണ്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പാസ് ആവുന്നുണ്ടോ കുട്ടികള്? ഓണപരീക്ഷയ്ക്കൊക്കെ മാർക്കുണ്ട്, മിഡ് ടേമിനൊക്കെ മാർക്കുണ്ട്. ഇപ്പം കഴിഞ്ഞപ്പോ എല്ലാം മാർക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, പഠിക്കുന്നുണ്ട്. നല്ല അടിയൊക്കെ കൊടുത്ത സ്ട്രിക്റ്റ് ആണ്. ചിന്ത നാസിൽ മ്യൂട്ട് ചെയ്തോ? ഈ ഹോട്ട്ലൻഡ് ഞാൻ എഴുതുമ്പോ സ്പീഡിൽ ഫസ്റ്റ് അടിക്കാൻ വേണ്ടി എഴുതുന്നേ, എല്ലാം തെറ്റി പോവാ. ഹോട്ട്ലൻഡ് അതുപോലെ തന്നെ ആദിത്യ ഞാൻ ഇപ്പൊ മെൻഷൻ ചെയ്യുന്നതൊന്ന് പ്ലേ ചെയ്യണേ. എന്നുവെച്ചാ പങ്കെടുത്ത എല്ലാ കണ്ടസ്റ്റൻസും കോമഡി ആക്കിയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതൊന്ന് സൂം ചെയ്ത് എല്ലാവരുടെ ആൻസർ ഒന്ന് കാണിക്കാവോ ആദിത്യ? ഇതിൽ എന്തൊക്കെയാണ് വായിച്ചു ചിരിക്കണ്ടെന്ന് അറിയില്ല. അന്ന് സൂം ചെയ്തേ. അലന്റെ രതീന്ദ്രനാഥ് ടാഗോർ ആരാന്നറിയില്ല. ബെങ്കി നാസിലേണതാണ്. ബെങ്കി ചന്ദ ബാറ്റർജി അതാരാ? ചന്ദേന്ന് വരെ ആക്കി.
അത് അത് കഴിഞ്ഞ് ചിന്ത ബാങ്കിങ് ചന്ദ്ര, ആസിഫ് അലി ബാങ്കിങ് ചന്ദ്ര ചാറ്റർജി. അടുത്തത് ബെങ്കിം ചന്ദ്ര ബങ്കിമാക്കി ജിതിനുണ്ട്. അജ്മല് ബെങ്കിങ് ആക്കി. റാഷ് എന്താ താരയാണ് ഏറ്റവും വലിയ കോമഡി, ബാങ്കിന് ചാറ്റർജി. അല്ല, ഈ ബാങ്കിങ് ചാറ്റർജിയും ഈ രവീന്ദ്രനാഥ് ടാഗോറും ഇതൊക്കെ ആരാ? പുതിയ ആൾക്കാരാണോ? ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ഏറ്റവും ചിരി വന്ന താരയുടെയാണ്. താര എവിടെ ഉണ്ടോ? ബാങ്കിന് ചാറ്റർജി. ഉണ്ട്. എന്താ ഉദ്ദേശിച്ചത് ആരാ? ബെങ്കിങ് ചന്ദ്ര ചാറ്റർജി ടൈപ്പ് ചെയ്തതാ, പക്ഷെ അത് അങ്ങനെ ആയി പോയതാ, സ്പീഡിലായി പോയതാ. ആസിഫ് അലി കരളേ, ആരെയാണോ വിളിച്ചെന്നറിയില്ല, കരളെന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ TTF ഫുൾ കോമഡി ആക്കി കളഞ്ഞു. ഞങ്ങൾ എന്ത് സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്ത ടിക്കറ്റ് ഫിനാലെ ആയിരുന്നെന്ന് അറിയാവോ? നിങ്ങൾ എല്ലാരും കൂടി എല്ലാ ടാസ്കും ഭയങ്കര കോമഡി ആക്കി കളഞ്ഞു. പിന്നെ ഞങ്ങൾ കുറെ എൻജോയ് ചെയ്തൊരു സ്ട്രെസ് റിലീഫ് ആയിരുന്നു. എന്നാൽ നന്നായിട്ട് എല്ലാരും പെർഫോം ചെയ്തു. പിന്നെ റഷ്യയുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള, റഷ്യ വന്നോ? വന്നിട്ടില്ല. ആ, റഷ്യ വരട്ടെ, റഷ്യ അടുത്ത് വന്നിട്ട് ചോദിക്കാം. അടുത്ത് നമുക്ക് നാസിലയുടെ ക്യാപ്റ്റൻസിയെ പറ്റി സംസാരിക്കാം. ശ്രീരാജേട്ടാ, നാസിലയുടെ ക്യാപ്റ്റൻസിയെ പറ്റി ശ്രീരാജേട്ടന്റെ അഭിപ്രായം എന്താ? നാസില് വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ക്യാപ്റ്റൻസി നാസിലെ കണ്ടത്. അത് നാസിലെ നിന്ന് വിലയിരുത്തട്ടെ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. നാസിൽ എന്ത് പറയുന്നു നാസിലയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചും, നാസിലെ ക്യാപ്റ്റൻസിയിൽ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു എന്ന് നാസിലെ എന്ന് സ്വയം വിലയിരുത്തും. നാസിലെ സംസാരിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, എന്നിരുന്നാലും എന്നേക്കാൾ നല്ല ക്യാപ്റ്റൻസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അത്രത്തോളം മോശപ്പെട്ട ഒരവസ്ഥയിലും എന്തായാലും ഒരുപാട് മികച്ചതും ഒരുപാട് കൊള്ളാത്തതും ഞാൻ പറയുന്നില്ല, ഏകദേശം കുഴപ്പമില്ല, സോസോ എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ജിതിൻ മുൻ ക്യാപ്റ്റൻ ആണല്ലോ. ജിതിൻ നാസിയുടെ ക്യാപ്റ്റൻസി ജിതിൻ എങ്ങനെ വിലയിരുത്തുന്നു? എനിക്ക് ഒന്നാമത്തെ കാര്യം, ഇവരെല്ലാവരും ഏത് ക്യാപ്റ്റൻ കയറിയാലും ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ട്. ജിതിനെക്കാട്ടിലും മെച്ചപ്പെട്ടതാവണം, അല്ലാതെ അവരുടെ ക്യാപ്റ്റൻസി അല്ല അവർ നോക്കണത്. എന്നെക്കാട്ടിലും മെച്ചപ്പെടണം, അതാണ് ഇവരുടെ പ്രശ്നം. എന്നിട്ട് നോക്കുമ്പോ ലോക പരാജയമായിട്ടുള്ള രീതിയിലാണ് പല കാര്യങ്ങളും. അതിന്ന് മനസ്സിലായിക്കൂടെ ഏറ്റവും വലിയ പരാജയ ക്യാപ്റ്റൻ ആയിരുന്നു? അല്ല, അത് ഞാൻ അംഗീകരിക്കുന്നു, കാരണം എന്താ വെച്ചാ, പക്ഷെ എല്ലാവരും തിങ്ക് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടിലും മെച്ചപ്പെടണം, അല്ലാതെ അവരുടെ ക്യാപ്റ്റൻസി മെച്ചപ്പെടുത്തണം എന്നല്ല അവർ ചിന്തിക്കുന്നത്. ഞാൻ പറയാം, ഒരു കോമ്പറ്റീഷൻ വരുമ്പോ എല്ലാരും ചിന്തിക്കുന്ന കാര്യമല്ലേ, ഇതിനേക്കാളെ ഒരു പടി മുമ്പോട്ട് പോകണം. ഇപ്പൊ പ്രിൻസ് പറഞ്ഞില്ലേ, എനിക്ക് ചിന്ത കോമ്പറ്റീറ്ററേ അല്ലായിരുന്നു, പക്ഷെ ചിന്ത പറഞ്ഞത് ഇത് കണ്ടില്ലേ, എനിക്ക് മേലോട്ട് കയറി വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയ ഞാനാണെങ്കിൽ എന്റെ ഇതിന്ന് കയറി വരണം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അവർ ആ ബെഞ്ച് മാർക്ക് വെച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതേസമയം ഇവരുടെ ക്യാപ്റ്റൻസി മെച്ചപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിക്ക് അപ്പൊ അവരെ എന്തെങ്കിലും വിമർശിച്ചാൽ പറയും ജിതിനെക്കാട്ടിലും നല്ല ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് പറയുള്ളൂ, അല്ലാതെ അവരുടെ ക്യാപ്റ്റൻസിനെ കുറിച്ച് പൊക്കി പറയാനൊന്നുമില്ല സത്യം പറയുകയാണെങ്കിൽ. ഇപ്പൊ ഞാൻ പറയാം, നാസിലയുടെ ക്യാപ്റ്റൻസി തന്നെ ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് ഇമ്പോസിഷൻ, അതേപോലെ ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് 10 മിനിറ്റ് മിണ്ടാതിരിക്കുക, ഇതൊക്കെ വൻ കോമഡി ആയിരുന്നു. 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ പറയുന്നതൊക്കെ ഒരു പണിഷ്മെന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്താ ഇതിനൊക്കെ പറയാ? ആൾക്കാർ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി നിൽക്കുക. ക്യാപ്റ്റൻ പവർ, അതിനെയാ പറയുന്നത് ക്യാപ്റ്റൻ പവർ. ജിതിനെ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞ് ക്യാപ്റ്റൻ ഒരു പവർ ഉണ്ട്, അത് ജിതിൻ യൂസ് ചെയ്തില്ല, നാസിൽ അത് യൂസ് ചെയ്തു. അല്ല, ഒരാളുടെ അടുത്ത് 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ പറയുന്നതാണോ ക്യാപ്റ്റന്റെ പവർ? പണിഷ്മെന്റ് അല്ലേ? ഇപ്പൊ എനിക്ക് ജിതിന് മൈനസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നാസിലേക്ക് അത് ചെയ്യാം. അല്ല, അങ്ങനെയാണെങ്കിൽ അടിപൊളിയാണ്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ക്യാപ്റ്റൻസി ചെയ്തു എന്ന് പറയാൻ പറ്റും. പക്ഷെ എനിക്ക് ക്യാപ്റ്റൻസി ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് വേറെ രീതിയിലേക്കാണ് കൊണ്ടുപോയത്. എന്ന് വെച്ചാൽ ഒരു സ്കൂളിനെ പോലെ കൊണ്ടുപോയി. ഓക്കെ, ജിതിൻ മ്യൂട്ട് ചെയ്തോളൂ. ജിതിനോട് വരാം. അലൻ, ഒരു മുൻ ക്യാപ്റ്റൻ ആയിരുന്നു അലൻ എങ്ങനെ വരുന്നു നാസിയുടെ ക്യാപ്റ്റൻസി? എനിക്ക് വലിയ കുഴപ്പമില്ല, ഒരു മീഡിയം ലെവലിൽ പോയി എന്ന് തോന്നണേ. കാരണം ഫസ്റ്റത്തെ പണിഷ്മെന്റിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് കോമഡി പോലെ വന്നു, പിന്നെ അത് അവരുടെ തീരുമാനമാണ്. പിന്നെ എനിക്ക് കുഴപ്പമില്ല, കാര്യങ്ങൾ വിളിച്ചു വരുത്തലും പിന്നെ പോള് ചെയ്യാത്തവരെ മെൻഷൻ ചെയ്ത് പറയലൊക്കെ ഉണ്ടായിരുന്നു. ഒരു ആവറേജ് രീതിയിൽ നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു.
വലിയ കുഴപ്പമില്ല. ഓക്കെ, വലിയ കുഴപ്പമില്ല. അലങ്കുട്ടിയോളൂ. അശ്വതി ഉണ്ടോ? അശ്വതി ഉണ്ടോ? അശ്വതി ഒന്ന് വീഡിയോ വരൂ. അശ്വതി എങ്ങനെ ഉണ്ട്? ഇപ്പം അസുഖമൊക്കെ മാറിയോ? അസുഖമൊക്കെ മാറിയോ? ഓക്കെ ആയോ? ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയിലാണോ? മനസ്സിലാവും. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ വിലയിരുത്തുന്നു നാസിയുടെ ക്യാപ്റ്റൻസി? എങ്ങനെ ഉണ്ടായിരുന്നു? അശ്വതി എങ്ങനെ വിലയിരുത്തുന്നു? നാസിലയുടെ ക്യാപ്റ്റൻസി എന്തായാലും നാസില ഇത്ര ആളുകളുടെ ഇടയിൽ നിന്ന് ക്യാപ്റ്റൻ ആയത് വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ വലിയൊരു അപ്രീസിയേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. ക്യാപ്റ്റൻസി വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഈ പണിഷ്മെന്റ് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നത് ഞാൻ വലിയൊരു തെറ്റായിട്ടൊന്നും കാണുന്നൊന്നുമില്ല. കാരണം പണിഷ്മെന്റ് അതിപ്പോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എനിക്കൊരു ഒരു പണിഷ്മെന്റ് തന്നു, മുഖത്ത് സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ട് ഇടാൻ പറഞ്ഞു. അത് നാസിൽ അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഞാൻ ഓഫീസിലാണ്, വീട്ടിലെത്തിയിട്ട് ചെയ്താൽ മതി, അതിലൊന്നും ഞാനൊരു തെറ്റും കാണുന്നില്ല. ഇപ്പൊ 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ പറയുന്നത്, ഇമ്പോസിഷൻ എഴുതിപ്പിക്കുന്നത് വലിയ തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നാസില വലിയ കുഴപ്പമില്ലാത്തൊരു ക്യാപ്റ്റൻ ആയിരുന്നു. പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പേരിട്ട് കൊടുക്കുന്ന പോലെ ആദ്യത്തെ ലേഡി ക്യാപ്റ്റനാണ് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു സംസാരം ഞാൻ ഇവിടെ കേട്ടു. അതൊരു ആവശ്യമില്ലാത്തൊരു സംസാരമായിട്ട് എനിക്ക് തോന്നി. അത് നാസിലയുടെ ഒരു കഴിവുകൊണ്ട് നാസില മേടിച്ചെടുത്തു, ഞങ്ങൾക്ക് അംഗീകരിച്ചു. ഓക്കെ, അശ്വതി ഒരു ക്വസ്റ്റ്യൻ നാസിനായിട്ട് ബന്ധപ്പെട്ടല്ല, അശ്വതിയോട് ഒരു ക്വസ്റ്റ്യൻ. കാര്യം അശ്വതി ഇപ്പൊ ഇങ്ങനെ ഓഫീസിൽ ആയതുകൊണ്ട് അശ്വതിയെ ഒന്ന് ഫ്രീ ആക്കാന്ന് വെച്ചാൽ പറയാം. അശ്വതി BB ഹൗസിൽ വരുമ്പോൾ അശ്വതിക്ക് കരുതിയിരുന്നു ഇങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുമെന്നോ, അശ്വതി ഇങ്ങനെ പെർഫോം ചെയ്യുന്നു, എല്ലാ പെർഫോമൻസ് അശ്വതി സിഗ്നിഫിക്കൻസ് അശ്വതി വ്യക്തിമുദ്ര പതിച്ചിട്ടുണ്ട്. അശ്വതി എങ്ങനെ വിലയിരുത്തുന്നു അശ്വതിയുടെ ആ ഒരു സിഗ്നിഫിക്കൻസിനെ? അല്ലെങ്കിൽ എങ്ങനെ അശ്വതിയുടെ ഈ BB യാത്രയെ, അല്ലെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ BB യാത്രയെ അശ്വതി എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ആവുന്നുള്ളതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാല് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, കാരണം ഞാൻ മാക്സിമം ടാസ്കിന്റെ സമയത്തൊക്കെ ഞാൻ ഓഫീസിലായിരിക്കും. അപ്പൊ എനിക്ക് അറിയാൻ വയ്യായിരുന്നു എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ കൂടെയുള്ള ആളുകളുടെ ഹെൽപ്പ് കൊണ്ട് ഞാൻ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് എന്തോ ഞാൻ പണ്ട് മുതൽ എങ്ങനെയാണ്, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നാണമാനൊന്നും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. ആ രീതിക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ റെഡിയാണ്. ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഓഫീസിലായതുകൊണ്ട് എനിക്ക് പറ്റില്ല, ഞാൻ റൂമിലാണെങ്കിലും ഞാനിപ്പോ ഡാൻസും കളിക്കും, എനിക്ക് പ്രശ്നമില്ല. ഇപ്പൊ ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അപ്പൊ അത് മാക്സിമം ഞാൻ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാക്സിമം അതിലൊരു ഇത് കൊടുക്കണം. അതായത് 10 പേര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയണം എന്നൊരു ആഗ്രഹം എനിക്ക് പണ്ട് മുതലേ ഉണ്ട്. അപ്പൊ ഞാൻ അതിനനുസരിച്ച് ഞാൻ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല, അശ്വതി ഒരു മിനിറ്റ്. ആരവി, നാസില ക്യാപ്റ്റൻസി. എനിക്ക് നാസിലയുടെ ക്യാപ്റ്റൻസി എന്നല്ല, ക്യാപ്റ്റൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഫസ്റ്റ് ക്യാപ്റ്റൻ ജിതിനായിരുന്നു അല്ലേ? അതിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ബാക്കി പ്രിൻസ് നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു. ഇനി ഇത് ഫേവറിറ്റ്സ് ഒന്നും പറയരുത്, നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന ക്യാപ്റ്റൻസിയിലുള്ളതെന്ന് വെച്ചാൽ പണിഷ്മെന്റിൽ മാത്രം എല്ലാരും കോൺസെൻട്രേറ്റ് ചെയ്തു. എല്ലാവരും പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ക്യാപ്റ്റൻ ആണ്, നന്നായിട്ട് പണിഷ്മെന്റ് ചെയ്യിക്കുക എല്ലാരെയും കൊണ്ട്. അതിൽ മാത്രമാണ് കൂടുതൽ ക്യാപ്റ്റൻസ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മിനിറ്റ്. ഈ നമ്മള് ഇപ്പൊ ബിഗ് ബോസ് വിളിച്ച് ഞാൻ കേട്ടോണ്ടിരിക്കുക, ബിഗ് ബോസ് വിളിച്ച് ഇവരോട് പറയാ പവർ ഉണ്ട്, പ്ലസ് നിങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കണം, നിങ്ങൾ ടാസ്ക് ചെയ്യിപ്പിക്കണം. ഇതേ പറയാം 4 ക്യാപ്റ്റൻ ആരും ജയിപ്പിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റാ. എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ്. എല്ലാരും എന്റർടൈൻമെന്റ് ചെയ്യിക്കുക എന്നുള്ളൊരു ഫാക്ടർ വിട്ട് പണിഷ്മെന്റിലാണ് എല്ലാ ക്യാപ്റ്റൻസും കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ക്യാപ്റ്റൻസി മോശമാണെന്ന് മിക്ക പേരും ഇവിടെ വന്ന് പറയുന്നത്. നിങ്ങൾ എത്ര നന്നായിട്ട് ചെയ്താലും നിങ്ങൾ കൂടുതലും ഈ പണിഷ്മെന്റ് കൊടുക്കണം. പക്ഷെ അവരെ ഒരു പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഫുൾ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ, ഞാൻ നാസിലയുടെ കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ചതാണ്. ഒരു നാസിലിനെ മാത്രമല്ല, ഞാനിപ്പോ നാസിലയുടെ പേര് പറയുന്നേ ഉള്ളൂ, എല്ലാ വന്ന ക്യാപ്റ്റനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഒരു ടാസ്ക് കഴിഞ്ഞു, അതിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു, അത് കഴിഞ്ഞ് ഒന്ന് സ്റ്റാർട്ട് കൊടുത്ത ഉടനെ ആ വിജയികൾക്ക് അഭിനന്ദനം പോലും അറിയിക്കാൻ നിൽക്കാതെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അങ്ങനെ ആണോ ഒരു ലീഡർ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നിങ്ങളുടെ ക്യാപ്റ്റൻസി എത്ര നിങ്ങൾ നന്നായിട്ട് ചെയ്താലും അവരത് കാണില്ല. കാരണം അവർക്ക് പണിഷ്മെന്റ് നമുക്ക് പണിഷ്മെന്റ് തരുന്ന ഒരാളെ എപ്പോഴും നമ്മൾ ആ പണിഷ്മെന്റ് മാത്രമല്ലേ കാണുള്ളൂ.
നമുക്ക് നന്നായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യിക്കുന്ന, നമ്മളെ ചിരിപ്പിക്കുന്ന, നമുക്ക് എന്റർടൈൻമെന്റ് തരുന്ന ഒരാളെ കുറിച്ച് ആ ആള് പണിഷ്മെന്റ് കൊടുത്താലും ചിലപ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്യും അല്ലെ. ആരും എന്റർടൈൻമെന്റ് ചെയ്യിക്കാനായിട്ട് നിന്നിട്ടില്ല. അതാണ് നിങ്ങളുടെ എല്ലാം ക്യാപ്റ്റൻസിയിൽ പറ്റിയ പ്രശ്നം. എനിക്ക് ധനുഷ് എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രീരാജേട്ടനോ ധനുഷനോ? എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ ജസ്റ്റ് കമ്പയർ ചെയ്യുമായിരുന്നു. ജിതിൻ സ്കോർ ബോർഡ് 551, നാദില സ്കോർ ബോർഡ് 681, അശ്വതി സ്കോർ ബോർഡ് 677. നാദില ബോട്ടമി കടന്ന നാദില 4ാമത്തെ സ്ഥാനത്ത്. അശ്വതി ഫസ്റ്റ് കടന്ന അശ്വതി വന്നത് 677. അതേപോലെ തന്നെ ജിതിനും ടോപ്പിൽ കടന്നത 9ാമത്തെ സ്ഥാനത്ത് വന്നു 551. ജിതിന്റെ കാര്യം നമ്മൾക്കറിയാം, മൈനസ് കൊടുത്ത് അതുകൊണ്ട് ജിതിന് പെർഫോം ചെയ്യാം. ജിതിന് എക്സ്ക്യൂസസ് തന്നെ അതായിരിക്കും, അതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ജിതിൻ അവിടെ മ്യൂട്ട് ആയിട്ട് നിൽക്കാം. ഹീറോ ഇല്ലായിരുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ ടോപ്പിൽ നിന്നേനെ. അല്ല, ടോപ്പിൽ വരാം, എന്നാലും വരാം. ഈ മൈനസ് കൂട്ടിയില്ലെങ്കിൽ വരായിരുന്നു. അപ്പൊ ഇപ്പൊ എക്സ്ക്യൂസ് ഇല്ല, എനിക്ക് മൈനസ് വന്നുകൊണ്ടാണ് ഞാൻ ബോട്ടമി എടുക്കുന്നത്. അതുകൊണ്ട് ജിതിനോട് നമ്മൾക്കൊന്നും ചോദിക്കണ്ടേ. നമ്മൾക്ക് ചോദിക്കാനുള്ളത് നാദിലെയും അശ്വതിയോട്. അശ്വതിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, പല ഓഡിയൻസ് പറഞ്ഞു കേട്ട ഒരു സംഭവമാണ്, അശ്വതി ഗ്രൂപ്പീസം കളിക്കുന്നുണ്ട്. അശ്വതിയെ ഗ്രൂപ്പിലെ അകത്തെ ആൾക്കാരെ പേര് പറഞ്ഞതാ. ആരോ ഈ കേൾക്കണം. പ്രിൻസ്, എലൻ, ആസിഫ്, ഇപ്പൊ പുതിയ വ്യക്തിയ മഹാദേവ്. ഇവര് ഒരു ഗ്രൂപ്പാ. സത്യമുണ്ടോ ഇല്ലയോ? സത്യം ഇല്ല. എന്തുകൊണ്ട്? എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ല, എനിക്ക് വേറെ പറയാനുണ്ട്. ഞാൻ കേട്ടിരിക്കുന്ന ഒരു സംഭവം, ചിന്ത, ജിതിൻ, അശ്വതി, നിങ്ങളൊരു ട്രയാങ്കിൾ ഫോക്കസ് ആണ്. ചിന്ത അശ്വതിയുടെ പേര് പറയും, അശ്വതി ജിതിന്റെ പേര് പറയും, ജിതിൻ ചിന്തയുടെ പേര് പറയും, അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിന് രണ്ടിനെ കുറിച്ച് എന്താണ് അശ്വതിക്ക് പറയാനുള്ളത്? ശ്രീരാജര, ഇതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട് എനിക്ക്. ഇവിടെ നോമിനേഷൻ പ്രോസസ് കാണണം. അശ്വതി പറയുന്ന നോമിനേഷൻ തന്നെ ആയിരിക്കും ജിതിൻ പറയും, ജിതിൻ പറയുന്ന നോമിനേഷൻ ആയിരിക്കും ഈ പറയുന്ന ചിന്ത പറയുന്നത്. അതേപോലെ തന്നെ പ്രിൻസ് പറയും. മീൻസ് ഒരു ഇതെന്താ ചെയിൻ ഉണ്ടാക്കി വെച്ചേക്കാ ഇവര്. ഒരു നെയിം മാത്രം ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ ഒറ്റ നെയിം സെയിം ആയിരിക്കും. എന്തുകൊണ്ട് അശ്വതി? അതില് സത്യമില്ല. ആ പറയുന്നതിൽ സത്യമില്ല. എനിക്ക് അത്ര തന്നെ പറയാനുള്ളൂ. കാരണം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന ഇപ്പോ ഒരുപക്ഷെ നമ്മൾ കാഴ്ചപ്പാടുകളൊക്കെ സെയിം ആയിരിക്കാനും മതിയല്ലോ. അതും ചിലപ്പോ സെയിം ആയിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണോ എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത്, അതിലൊരു പേരുണ്ട്. ഇപ്പൊ പുതിയ പേര് മൻസു. ഇതിലേക്ക് മൻസും കൂടെ വന്നു ആ ടീമിനകത്തോട്ട്. ചിന്തയും ജിതിനും അശ്വതി കഴിഞ്ഞിട്ട് അശ്വതിക്ക് സപ്പോർട്ടായിട്ട് മൻസു, അപ്പൊ അതും കൂടെ വന്നു. അപ്പൊ അശ്വതി 4 സൈഡിലും സപ്പോർട്ടേഴ്സിനെ പിടിച്ചു നിർത്തി ഗെയിം കളിക്കുന്നു എന്നാണ് പൊതുവെ ഒരു പറച്ചില്. എന്താണ് അശ്വതി പറയാനുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ള ഇവരെല്ലാവരും കപ്പടിക്കാൻ വേണ്ടി വന്നത്. ഇപ്പൊ ജിതിന്റെ അടുത്ത് ചോദിച്ചാലും, ചിന്തയുടെ അടുത്ത് ചോദിച്ചാലും, പ്രിൻസിന്റെ അടുത്ത് ചോദിച്ചാലും, മൻസുവിന്റെ അടുത്ത് ചോദിച്ചാലും, ഇവരൊക്കെ കപ്പ് വേണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളാണ്. ഇവരെനിക്ക് വേണ്ടി കപ്പ് വിട്ട് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു കപ്പ് വേണ്ട. എനിക്ക് അങ്ങനെ ഒരാളുടെ സപ്പോർട്ട് കൊണ്ട്, അങ്ങനത്തെ ഒരു സപ്പോർട്ട് കൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കണ്ട. ഇവിടെ ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഇപ്പൊ പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. അതായത് എന്താണ്, നിങ്ങൾ നേരത്തെ അറിയാവുന്നവരല്ലേ, അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ആ രീതിയിൽ സംസാരിക്കാലോ, നിങ്ങൾക്ക് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോ, അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് സംസാരിക്കുന്നത്. ഈ അറിയാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വെച്ചിട്ട് അറിയാവുന്നത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഗെയിം കളിക്കാൻ പറ്റില്ല. ഞാനിവിടെ ഒരു ടാസ്ക് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ ഞാൻ ഇവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടല്ല ഞാനൊരു ക്യാരക്ടർ എടുക്കുന്നത്, ഞാനൊരു കാര്യം ചെയ്യുന്നത്. എന്നെ കൊണ്ടാവുന്നത് എന്താണോ അതാണ് ഞാൻ ചെയ്യാൻ നോക്കുന്നത്. ഇവര് എന്റെ അഭിപ്രായം ശരിയെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് ഞാനൊരിക്കലും ഞാനൊരാളോട്, എന്നെ എതിർക്കുന്ന ആളുകളോട് ഞാൻ പറയാറില്ല എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഞാൻ എന്താ പറയാ അവരുടെ കൈയും കാലും ഞാൻ പിടിക്കാറില്ല. കാരണം അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അവരെന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. ഞാൻ ഒരു രീതിയിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോവാറില്ല. അശ്വതി, മാർക്ക് ഞാൻ പറഞ്ഞായിരുന്നു 677. എവിടെയൊക്കെയോ ടോപ്പിൽ കടന്ന അശ്വതി ചെന്നെത്തിയത് 5ാമത്തെ പൊസിഷൻ. ചിന്തിക്കുക, ആ ഗ്രാഫ് ഡൗൺ പോയി. ജസ്റ്റ് നോക്കത്തെ നാദില 681. ശിരാജടാ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം.
പറയാം ധനീഷ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് നാസില ആദ്യമായിട്ട് ഓഡീഷനിൽ വന്ന സമയത്ത്. ആ സമയത്ത് ഓഡീഷൻ എടുത്തു കഴിഞ്ഞ് ആ സമയത്തായിരുന്നു ആരവിയും നമ്മളെ ഓഡിയൻസ് ഈ പറയുന്ന ഓഡീഷൻ ടീമിൽ ജോയിൻ ചെയ്തു. അപ്പൊ ഓഡീഷൻ ചെയ്യുന്ന സമയത്ത് നാസിലക്ക് കോൺഫിഡൻസ് ലെവൽ ഹൈ ആയിരുന്നു. പക്ഷെ അഗ്രിമെന്റ് അങ്ങ് സൈൻ ചെയ്തപ്പോ രണ്ടാമത്തെ ദിവസം അന്ന് രാത്രി എന്നോട് വന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോ, ചേട്ടാ ഞാനില്ല ഈ കളിക്ക്, ഞാൻ ബാക്കൗട്ട് അടിക്കും. ഇതൊരു മെമ്മറിയാ, എന്റെ ഓർമ്മയില് എനിക്ക് ഏറ്റവും വലിയ മെമ്മറിയാ. എന്താ പറയാ, കണ്ടസ്റ്റന്റ് ഏറ്റവും ലോയിലും ടോപ്പിൽ വരുമ്പോ ഞാൻ എപ്പോഴും സല്യൂട്ട് പറയും. അതിപ്പം റിയൽ ബിഗ് ബോസ് ആണെങ്കിലും ശരി, വാട്സ്ആപ്പ് ബിഗ് ബോസ് ആണെങ്കിലും ശരി, അതൊരു വ്യക്തിയാണെങ്കിലും ശരി, അത് ആരാണെങ്കിലും ശരി, ഞാൻ എപ്പോഴും ഒരു ബിഗ് സല്യൂട്ട് പറയും. ആരാണ് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുന്നത്? സൗണ്ട് വേറെ വരുന്നുണ്ടല്ലോ, വേറെ സൗണ്ട് വേറെ വരുന്നുണ്ടല്ലോ. പോയി സിരാജര ഒരു മിനിറ്റ്. അപ്പൊ ആരവി, നാസിലെ ഇൻഡിവിജ്വൽ പോയിന്റ് 681, ഓൾമോസ്റ്റ് ബോട്ടമിന് ടോപ്പിൽ വന്നു. പക്ഷെ എവിടെയൊക്കെയോ ഗെയിം ഇപ്പോഴും ഡള്ള. അതിനെ കുറിച്ച് ആരവിക്ക് എന്താ അഭിപ്രായം? നാസില എനിക്ക് ഒരുപാട് ഓഡിഷൻ ടൈമിൽ എനിക്ക് ഒരുപാട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നാസില. നാസിലക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ നാസില അടുത്ത് സംസാരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നാസില വന്നപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പക്ഷെ ഒരു പ്രതീക്ഷിച്ചൊരു ഗെയിം നാസില അടുത്തൊന്നും ഉണ്ടായില്ല ആ ഒരു ടൈമിൽ. പിന്നീട് നാസിലയുടെ ഗ്രാഫ് കയറി വന്നു. അത് പിന്നെ താഴെ പോയത് എനിക്ക് തോന്നുന്നു ഈ ക്യാപ്റ്റൻസിയിലാണെന്ന് തോന്നുന്നു. ക്യാപ്റ്റൻസിയിൽ എവിടെയോ നാസിലയ്ക്ക് ഒരു പിഴവ് പറ്റി. ഒന്ന് ഈ പണിഷ്മെന്റ് അതൊന്നും ഒഴിവാക്കി, എന്താ പറയാ, ശരിക്കും കണ്ടസ്റ്റൻസ് പറഞ്ഞതുപോലെ ഒരു ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡാണ്, ഒരു ലീഡറിന്റെ അല്ല. ഒരു ലീഡറിന്റെ അല്ല. ടീച്ചർ എന്ന് പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കാനും ശിക്ഷിക്കാനും അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിവ് പകർന്നു തരാനും ശിക്ഷിക്കാനും ഒക്കെ ഇതായിട്ടുള്ള വ്യക്തിയാണ് ടീച്ചർ എന്ന് പറയുന്നത്. പക്ഷെ ലീഡർ എന്ന് പറയുന്നത് നമ്മളെ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് നിങ്ങളുടെ ക്യാപ്റ്റൻസി. ആ ഒരു വീക്ക് ക്യാപ്റ്റനായി നിന്ന് ആ ഹൗസിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനമാണ് ക്യാപ്റ്റൻസി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നാസിലേക്ക് എന്തൊക്കെയോ ഒരു പിഴവ് പറ്റിയ ഒരു ടീച്ചറിന്റെ ലെവലിലേക്ക് തന്നെ പോയി എന്ന് പറയാം. എന്താ തോന്നുന്നു നാസിലേക്ക്? ഒന്ന് നാസിലെന്നെ വില. നമുക്ക് അതിന് നാസിലെ ഒപ്പീനിയൻ കേൾക്കുന്ന മുമ്പ് നമുക്ക് സിരാജേട്ടന്റെ ഒപ്പീനിയൻ കേൾക്കാം. സിരാജേട്ടാ. അല്ല, എന്റെ അഭിപ്രായത്തില് ഒരു മീഡിയ റെസ്പോൺസ് ആണ് എനിക്ക് പറയാനുള്ളത്. നാസില എന്ന് പറയുന്നത് ഗ്രാഫ് നമുക്ക് തുടക്കമെടുക്കുമ്പോൾ നാസില അവിടെ വലിയ ഒരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ ഗ്രാജുവലി നാസില അവിടെ ഒരു ശക്തയായ കണ്ടസ്റ്റന്റ് ആണ്, എന്റെ സാന്നിധ്യം ഞാൻ അവിടെ ഉറപ്പിക്കുന്നു എന്നുള്ള നിലയിലേക്ക് നാസില അവിടെ എത്തിയിട്ടുണ്ട്. നാസില എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് വന്നിട്ടില്ല ഒരിക്കൽ. അന്ന് ക്യാപ്റ്റൻ ആയില്ലെന്നേ ഉള്ളൂ, ഒരിക്കൽ വന്നിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് വീക്ക് ഒഴിച്ച് ബാക്കി 3 വീക്കിലും ക്യാപ്റ്റൻസി ടാസ്കിൽ ഉണ്ടായിരുന്നു. ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. അപ്പം നാസില ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ വരിക എന്ന് പറഞ്ഞാൽ നാസിൽ നിസ്സാരക്കാരില്ല. നാസിൽ അവിടെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വന്ന നാസില ഈ ക്യാപ്റ്റൻ ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു പല കണ്ടസ്റ്റൻസും ഒരു ബഹുമാനം കൊടുക്കാത്ത ഒരു ക്യാപ്റ്റനെ പോലെ തോന്നി. പല കണ്ടസ്റ്റൻസും നാസിലെ അനുസരിക്കാത്ത ഒരു അവസരം. എനിക്ക് തോന്നുന്നു നാസില അത് നാസിലൊരു പിടിപ്പുകേടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നാസിലേക്ക് എന്തൊക്കെയോ അബദ്ധങ്ങൾ സംഭവിച്ചു. നാസിലെ കൈവിട്ടു പോയ അവസ്ഥയായി. മനസ്സിലായി? നമ്മൾ പട്ടം പറത്തുമ്പം നൂല് പൊട്ടി പട്ടം പോകുന്ന അവസ്ഥയില്ലേ, അതുപോലെ പട്ടമാണ് പറത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ നൂല് പൊട്ടിപ്പോയ ഒരു അവസ്ഥയാണ് നാസിലേക്ക് ഉണ്ടായെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അപ്പൊ എന്തായാലും നാസില ഒരു മീഡിയം ലെവലില്, നാസിലെ ഒന്നും ഹൈ ലെവൽ എന്ന് പറയുന്നില്ല, ലോ ലെവൽ, ഒരു മീഡിയം ലെവലിൽ നാസില ഒരു ആവറേജ് രീതിയിൽ കൊണ്ടുപോയെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എനിക്ക് അതാണ് പറയാനുള്ളത്. ഇതിനകത്ത് വേറെ രണ്ടുപേരെ സംസാരിച്ചിട്ടില്ല, അവരെ കൂടെ വിളിക്കാം. അമൃത എന്ന് അൺമ്യൂട്ട് ചെയ്യാം. അമൃതയുണ്ടോ? അമൃത കുറച്ചുകൂടെ ഓക്കെ, നോട്ട് ചെയ്തേക്കും. ആവശ്യമുണ്ട്. അമൃത ഇല്ലല്ലോ, നോട്ട് ചെയ്തോ. ഓക്കെ, അജ്മൽ ഇല്ല? അജ്മൽ എന്താണ് ഈ ക്യാപ്റ്റൻസിയെ കുറിച്ചും നാഷണൽ ക്യാപ്റ്റൻസിയെ കുറിച്ച് അജ്മലിന് പറയാനുള്ളത്? നാസില കോൺഫിഡന്റ് ചെയ്തു. നാസിലക്ക് ഇപ്പൊ എല്ലാവർക്കും
എല്ലാം അറിഞ്ഞിട്ടും പഠിച്ചിട്ടൊന്നല്ല ഇവിടെ വരുന്നത്. കാര്യങ്ങൾ ഓരോ ദിവസം പഠിച്ചുകൊണ്ടാണ് എല്ലാവരും ചെയ്യുന്നത്. നാസറ പറ്റുന്ന പോലെ ബെറ്ററായി ചെയ്തു. പിന്നെ പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ ഓരോ ആൾക്കാർ ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾക്കാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത്. അത് അവളെ പറ്റുന്ന രീതിയിൽ അവൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ലിഫ്റ്റ് കിട്ടി പണിഷ്മെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തു. പിന്നെ ഇമ്പോസിഷൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തു. അത് ഒരാൾ കാണിക്കുന്ന ഇതിന് കൊടുക്കുന്ന പണിഷ്മെന്റ്. ഓക്കെ അജ്മൽ, വേറെ ചോദിച്ചോട്ടെ, ഞാൻ ഈ ക്യാപ്റ്റൻസി ടാസ്ക് അല്ലാതെ ഈ ഓവറോൾ ഗെയിമിനെ, ഈ ബിഗ് ബോസിന്റെ ഷോയെ കുറിച്ചും ഓവറോൾ ഗെയിമിനെ കുറിച്ചും അജ്മൽ എങ്ങനെ വിലയിരുത്തുന്നു? അജ്മലിന്റെ പെർസ്പെക്ടീവിൽ അല്ലെങ്കിൽ അജ്മൽ എങ്ങനെ ഉണ്ടായിരുന്നു, അജ്മൽ എങ്ങനെ വിലയിരുത്തുന്നു? എന്റെ സ്വന്തം കാര്യം അതെ അതെ അതെ, സ്വന്തം കാര്യം വെച്ചാൽ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്രയ്ക്കും അറിഞ്ഞും കണ്ടെന്നല്ല വന്നത്. ഞാൻ സിമ്പിളായി നോർമൽ വാട്സപ്പിൽ എല്ലാവരും ഇതാക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിലേക്ക് വന്നത്. പക്ഷെ എനിക്ക് എന്റേതായ കുറെ കാരണങ്ങൾ, ഞാൻ വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരാള്, എന്റേതായ കുറെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പരിമിതികളുണ്ട്. അപ്പൊ ആദ്യ വീക്ക് 2 വീക്കിലുള്ള ഞാൻ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു. എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ ചെയ്തു. ഇവിടെ നല്ലതായ ഒരു ഗ്രാഫ് ഉണ്ടാക്കി എടുത്തു. കഴിഞ്ഞ 3ാമത്തെ വീക്കിൽ കുറച്ചും കൂടി ഞാൻ താഴെ പോയി. എന്നാലും ഞാൻ എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത് മുന്നോട്ട് വന്നു. ഈ കഴിഞ്ഞ 4ാമത്തെ വീക്ക് ഒട്ടും ഞാൻ ഓക്കെ അല്ല. എന്റെ പരിമിതികൾ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. ഞാൻ ടിക്കറ്റ് വിൻ ടാസ്ക് ഞാൻ നന്നായി ചെയ്തു. ഞാൻ ഗ്രൂപ്പിലൊട്ടും ആക്റ്റീവ് അല്ല. ടിക്കറ്റ് വിന്നാണ് ഞാൻ സെക്കൻഡ് ആയി. അപ്പം ഞാൻ കുറച്ച് ഡൗൺ ആണ് ഇപ്പോൾ ഉള്ളത്, എന്റെ പരിമിതികൾക്കുള്ളത്. ഞാൻ നല്ലതായി പെർഫോം ചെയ്തു. ടിക്കറ്റ് ഫിനാലേക്ക് ആദ്യ ടാസ്ക് അജ്മൽ തൂക്കിയെന്ന് തന്നെ പറയാം. അജ്മൽ ആയിരുന്നു ഏറ്റവും നന്നായിട്ട് തൂക്കിയത്. പിന്നീട് അജ്മൽ എന്ത് പറ്റി? ഞാൻ കഴിഞ്ഞ വീക്ക് ഞാൻ എന്റെ ഹെൽത്ത് ചെക്ക് ചെയ്തു. എന്റെ ഹെൽത്ത് വീക്കാണ്. എന്റെ വെയിറ്റ് കുറെ കുറഞ്ഞു, ഉറക്കില്ലായ്മ. ആ ഡോക്ടർ കുറെ എന്നെ ഷൗട്ട് ചെയ്തു. ഞാൻ അതുകൊണ്ട് മാറിയിരുന്നു. ഞാൻ പിന്നെ ഗ്രൂപ്പിൽ വന്നില്ല, ആക്റ്റീവ് ഇല്ല, കുറെ കാരണങ്ങൾ എല്ലാം പറയാൻ പറ്റില്ല മനുഷ്യന്. അതുകൊണ്ട് ഞാൻ ഈ ബിഗ് ബോസ് ഷോയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം, താങ്കൾ കരുതിയിരുന്നോ ഇങ്ങനെ ഒരു നല്ല ഷോ? മീൻസ് ഈ ഷോ എങ്ങനെ ഉണ്ട്, നല്ല ഷോ ആണോ? താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ എന്റെ വ്യക്തിപരമായ കാരണം പറയാം, ഞാനൊരു കാസർഗോഡുകാരനാണ്. കാസർഗോഡ് ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും പറഞ്ഞിരുന്നു, എന്റെ കൂട്ടുകാരന്മാർക്കോ എന്റെ ചുറ്റുപാടുള്ളവർക്കോ ഇതിനെക്കുറിച്ചോ ബിഗ് ബോസിനെ കുറിച്ചോ ഒരു ധാരണയില്ല, ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഈ ഷോയിൽ വന്നു. ഞാൻ വന്നതിന് ശേഷം എന്റെ കുറെ കൂട്ടുകാരന്മാർ ഇതിനെ ഫോളോ ചെയ്ത് അവർക്കിത് മനസ്സിലാക്കാൻ പറ്റി. എന്നെ കൊണ്ട് അത് എല്ലാം അറിയിക്കാൻ പറ്റും. അവർ പിന്നെ ഭയങ്കര സംഭവമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ അവരൊന്നും ഇതാ ഇൻഫ്ലുവൻസ്. ഈ സാധനമാണ് ഞാൻ ഇത്ര ദിവസമായിട്ട് നിങ്ങളോട് പറഞ്ഞു നിൽക്കുന്നത്, എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും. ബിഗ് ബോസ് പറയുന്ന ഷോനെ കാസർഗോഡ് പറയുന്ന ഒരു സ്ഥലത്ത് ആൾക്കാരോട് പറഞ്ഞു കൊടുത്തു, ബിഗ് ബോസ് ഇതാ ഇൻഫ്ലുവൻസ്, ഇതാ നിങ്ങൾ പഠിക്കാനുള്ളത്. ഇതാ ഓക്കെ അജ്മൽ, ഞാൻ ചോദിക്കട്ടെ, അജ്മൽ കരുതിയോ ഈ ഷോ ഇങ്ങനെ ഒരു ഷോ ആയി മാറും, ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് അജ്മൽ കരുതിയോ? ഇല്ല, ഒരിക്കലും അറിയാം. നിങ്ങളൊക്കെ എനിക്ക് മുമ്പ് അറിയുന്ന ആൾക്കാരാണ് ശ്രീരാജേട്ടൻ. അപ്പൊ ശ്രീരാജേട്ടൻ തുടങ്ങിയ ഒരു പരിപാടിയാണ്. എനിക്ക് നല്ല അതിൽ പങ്കെടുക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നു. പക്ഷെ ഇത് ഫാർ ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. ഓക്കെ അജ്മൽ മ്യൂട്ട് ചെയ്തോളൂ. ഒരു മിനിറ്റ് സിരാജേട്ടാ. ഇൻഡിവിജ്വൽ സ്കോർ 630. ഇതുവരെ ജഡ്ജസിന്റെ സ്കോർ ഞങ്ങൾ കാണിക്കുന്നില്ല. ജഡ്ജസിന്റെ സ്കോർ ഇന്ന് കാണിക്കും, ഇന്ന് അല്ലെങ്കിൽ നാളെ കാണിക്കും. 630 ഓൾമോസ്റ്റ് ഗ്രീനിൽ അവിടെ. ഒരു ക്ലാസ്സിലെ ഒരു ആവറേജ് സ്റ്റുഡന്റിന് പറയാം. പക്ഷെ അജ്മൽ, ഇത് മാത്രമായാൽ ഈ മാർവൽ ബിഗ് ബോസ് സീസൺ 1 കപ്പ് എടുക്കാൻ ഒക്കുമോ? ഇല്ല, പറ്റൂല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കഴിഞ്ഞ വീക്കിലാണ് ഞാൻ ഒട്ടും ഓക്കെ അല്ല. ഈ വീക്കില് ഞാൻ ഒട്ടും ഓക്കെ അല്ല. എന്റെ കുറെ മൈനസ് കാര്യങ്ങളൊക്കെ വന്നു. എന്റെ പെർഫോമൻസ് ഒട്ടും ഓക്കെ അല്ലായിരുന്നു. എനിക്ക് പറ്റാതെ, എന്റെ പരിമിതികൾ കൊണ്ട് പറ്റാതെ കൊണ്ട് എനിക്ക് സംഭവിച്ചൊരു തെറ്റാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്റെ ഈ വീക്കിൽ ഒട്ടും എനിക്ക് മാർക്കില്ല. ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുക. അജ്മൽ, ഞങ്ങൾ ആർക്കെങ്കിലും ഫേവർസും ചെയ്യുന്നതായിട്ട് അജ്മൽ തോന്നുന്നു? ഞങ്ങൾ ആരെങ്കിലും ഫേവർസും ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ആരെങ്കിലും ഫേവർസിലൂടെയാണ് കടന്നു വന്നത്? ഇല്ല, ഒരിക്കലും തോന്നുന്നില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടൊന്നും നേടാൻ അങ്ങനെ ചെയ്യും. ഇത് ടാസ്കാണ്, ഗെയിമാണ്. നല്ല രീതിയിൽ അത് മുമ്പോട്ട് പോകും. ഓക്കെ അജ്മൽ മ്യൂട്ട് ചെയ്തോളൂ. റാഷ ഡിസൂസ. റാഷ ഡിസൂസ എങ്ങനെ വിലയിരുത്തുന്നു ഈ ബിഗ് ബോസ് സീസണിൽ ഇത്രയും നാളത്തെ ജീവിതം? ഇത്രയും നാള് എങ്ങനെയാണ് ഈ ബിഗ് ബോസിലെ ടാസ്കുകൾ, ഗെയിംസ് എങ്ങനെ വിലയിരുത്തുന്നു?
ഊണും ഉറക്കവും ഇല്ലാതെ കണ്ണും മിഴിച്ചിരിക്കുന്ന കുറെ നിമിഷങ്ങളായിരുന്നു. അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ എന്താ പറയാ, കുറെ വാക്കുകളില്ല. താങ്കൾ എപ്പോഴും ആരെങ്കിലും ഒറ്റപ്പെടുത്തുന്നതായിട്ടോ, താങ്കളെ ആരും ടാർഗറ്റ് ചെയ്യുന്നതായിട്ടോ, കോൺട്രാക്ട് ചെയ്യുന്നതായിട്ടോ, താങ്കളെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നതായിട്ട് ഫീൽ ഇപ്പോഴും ഉണ്ടോ താങ്കൾക്ക്? വന്നന്ന് മുതലേ അതൊന്നും ഉണ്ടായിരിക്കോ വർത്താനം പറയുന്നില്ല. വന്നന്ന് മുതലേ ഇവിടെ കുറെ ആൾക്കാർ റാഷ ഓഡിയബിളല്ല, റാഷ ഓഡിയബിളല്ല, ഓഡിയബിളല്ല, റാഷ ഓഡിയബിളല്ല. ആ പറഞ്ഞോളൂ 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 പറഞ്ഞോളൂ. പക്ഷെ ഞാൻ അതിനൊന്നും അടിപൊളിയായി മുന്നോട്ട് പോകുന്ന ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു ഗ്രൂപ്പില്ല. പക്ഷെ ആ ഡിസ്റ്റൻസ് എങ്ങനെയാണ് അത്രയുള്ളൂ. റഷ മ്യൂട്ട് ചെയ്തോളൂ, റഷ ഓഡിയബിൾ അല്ല, റഷ മ്യൂട്ട് ചെയ്തോളൂ, റഷ വിളിക്കാം, റഷ വിളിക്കാം, മ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ട് ചെയ്തോളൂ. താരയുണ്ടോ? ഹലോ, ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. താര എന്ന് വീഡിയോയിൽ വരാൻ പറ്റുമോ? താര ഇവരെ വീഡിയോയിൽ വന്നിട്ടില്ല. താരെ പലർക്കും കാണണം ആഗ്രഹമുണ്ട് എന്നാണ് പറഞ്ഞത്. താര ഇവിടെ ആർക്കും കാണാൻ പറ്റില്ല. താരയുടെ വീഡിയോയിൽ വരാൻ പറ്റും? മേക്കപ്പിലൊക്കെയാണ്, കുഴപ്പമില്ല. കുഴപ്പമില്ല, മേക്കപ്പിൽ വന്നോളൂ, കുഴപ്പമില്ല, വന്നോളൂ, മേക്കപ്പിൽ വന്നോളൂ, കുഴപ്പമില്ല, മേക്കപ്പിൽ വന്നോളൂ, വന്നോളൂ, വന്നോളൂ. മേക്കപ്പ് ചെയ്തല്ല കുഴപ്പമില്ല. ആ പെട്ടെന്ന് പെട്ടെന്ന് വരും, പെട്ടെന്ന് വരും, പെട്ടെന്ന് വരും. വീഡിയോ ഓണാക്ക്, വീഡിയോ ഓണാക്ക്. കുഴപ്പമില്ല, 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 പറഞ്ഞോളൂ. താര, എങ്ങനെ തോന്നുന്നു ഈ ബിഗ് ബോസ്? അവിടെ നിന്നാ മതി. എങ്ങനെ തോന്നുന്നു ഈ ബിഗ് ബോസ്? എങ്ങനെ തോന്നുന്നു ഈ ബിഗ് ബോസിലെ ടാസ്കുകളും ഗെയിമുകളും കണ്ടസ്റ്റന്റ് എങ്ങനെ തോന്നുന്നു ബിഗ് ബോസ് ജീവിതം? എനിക്ക്, ഞാൻ ശ്രീയോട് പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഈ ലൈവ് കാണും പോലെ അല്ലല്ലോ ഇത്. എനിക്ക് ആദ്യം ഒരു ആകാംക്ഷയായിരുന്നു, ഇത് എന്താവണം എന്നുള്ള ഒരു ആകാംക്ഷ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ വന്നപ്പോ ഇത് നമ്മൾ വിചാരിക്കും പോലെ അല്ല. സത്യത്തിൽ നമ്മള് ലൈവ് TV പ്രോഗ്രാം എങ്ങനെയാണോ കാണുന്ന അതേ ടെൻഷനും എല്ലാ സംഭവം ഉണ്ട് ഇതിനകത്ത്. ടെൻഷനാണ്, സത്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. താങ്കളെ ഒരു ഡയറക്ടർ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ലിസ്റ്റിനകത്ത് വന്നിരുന്ന പേരാണ് താര. അപ്പൊ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ലിസ്റ്റിനകത്ത് താര അതിന് ഒഴിഞ്ഞു മാറി, എനിക്ക് പറ്റില്ല, ഞാൻ വൈൽഡ് കാർഡ് വരാന്ന് പറഞ്ഞു. ഈ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ലിസ്റ്റിൽ വരാതെ വൈൽഡ് കാർഡ് വന്നത് മീൻസ് അബദ്ധമായി പോയെന്ന് ഇപ്പം മനസ്സിലാക്കുന്നു എന്ന് തോന്നുന്നു? എനിക്ക് തോന്നുന്നുണ്ട്, ഉറപ്പായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട് അതില്. എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാമത്തെ കാര്യം, പിന്നെ ടൈം ഇല്ല. അത് എന്താ പറയാ, ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട് എന്തായാലും. ഞാൻ ചോദിക്കട്ടെ, വൈൽഡ് കാർഡായിട്ട് വന്നതുകൊണ്ട് താരക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതാണോ, അതോ തുടക്കം മുതൽ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് താര ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല, താര എന്താണ് ഉദ്ദേശിക്കുന്നത്? തുടക്കം മുതൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എന്താ പറയാ, എന്റെ ഗ്രാഫ് ഉയർന്നു പോയതായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കയറിയിട്ട് ഇപ്പൊ 12 ദിവസമല്ലേ ആയുള്ളൂ. പിന്നെ ടൈം ഇല്ല, അതിന്റെയൊക്കെ കുറെ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഗെയിം ചെയ്യാറുണ്ട്, അതിന് എഫേർട്ട് എടുക്കാറുണ്ട്. ഇന്ന് തന്നെ അഭിനയിക്കുന്ന ടാസ്കുകൾ താരം പങ്കെടുക്കുന്നു. ഞാൻ ആ സമയത്ത് കണ്ടിരുന്നു തോന്നുന്നില്ല. അഭിനയിക്കുന്ന ടാസ്കുകൾ താരം ഉണ്ടായിരുന്നോ? ഇല്ലെന്നാ തോന്നുന്നത്. ഇല്ല സമയമില്ലായിരുന്നു ശ്രീ. അല്ല, ഞാൻ പറട്ടെ, ഒരു അഭിനേതാവ് നിലയ്ക്ക് താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു, അതുപോലും താങ്കൾ ചെയ്തില്ല. അപ്പൊ എങ്ങനെ ഞങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് താങ്കളെ നിലനിർത്തും? സമയം കിട്ടിയില്ല, അതാ ഒന്നാമത്തെ കാര്യം. ഞാൻ ശേഷം 12 ദിവസം ഉണ്ടായിരുന്നു, ഇന്ന് കൂട്ടി 12 ദിവസമാണ്. അപ്പൊ അതിൽ ഒരു മോർണിംഗ് ടാസ്കിനും ഇന്നലത്തെ ഒരു ഗെയിമിനും പിന്നെ ഇന്ന് ആ വീഡിയോക്ക് മാത്രം പങ്കെടുത്തിട്ടില്ല. എനിക്ക് പറ്റാഞ്ഞിട്ടാണ്, കോസ്റ്റ്യൂം ചേഞ്ച് എനിക്ക് പറ്റിയില്ല, അതാ. സാറേ, ഇതിനകത്ത് തുറന്നു പറയാമല്ലോ, ഇതെന്ന് പറഞ്ഞാല് നമുക്ക് ഒരിക്കലും ഫേവർസം കാണിക്കാൻ പറ്റുന്ന ഒരു ഷോ അല്ല. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഇൻസ്റ്റാ വോട്ടിങ്, വാട്സപ്പ് വോട്ടിങ്, അതിന് പുറമെ ജഡ്ജിങ് പാനലിൽ വോട്ടുണ്ട്. ആ ജഡ്ജിങ് പാനൽ പറഞ്ഞാൽ ഓരോ പെർഫോമൻസ് ആണ്. അപ്പൊ ഓരോ വോട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രാധാന്യമുള്ളതാണ്. കാര്യം ഈ ഹൗസിനകത്ത് നിലനിൽക്കുന്ന കാര്യങ്ങൾ പോലും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് തന്നെ എവിക്ഷൻ ഉണ്ട്. എന്താണ് റിസൾട്ട് എന്ന് അറിയില്ല, അത് എവിക്ഷൻ കഴിഞ്ഞിട്ട് പറയാൻ പറ്റൂ.
എല്ലാം ലാസ്റ്റത്തെ അല്ല അല്ല ചാടാണ്. പറയട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ ഇതെന്ന് പറയുന്നത് ഗെയിമാണ്. അൾട്ടിമേറ്റ് ഇതൊരു ഗെയിമാണ്. താരം മനസ്സിലാക്കുന്നത് അൾട്ടിമേറ്റ് ഒരു ഗെയിമാണ്. അപ്പൊ ഇതെല്ലാവരും മത്സരിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ഈ സമയക്കുറവുണ്ടെങ്കിൽ അത് വീണ്ടും ഗ്രാഫ് താഴോട്ട് പോവുകയാണ്. അല്ല ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ വീക്ക് മുതൽ ഞാൻ കുറച്ച് ശ്രമിക്കുന്നുണ്ട്, മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനി ഞാൻ അഥവാ മുന്നോട്ടുണ്ടെങ്കിൽ മാക്സിമം ഞാൻ ശ്രമിക്കും, മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രമിക്കുക. അതൊരു വാശിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പൊ. ശരി, താരം മ്യൂട്ട് ചെയ്തോളൂ. പറഞ്ഞോളൂ. നമുക്ക് രാഷ ഒരു ടോപ്പിക് ഉണ്ട്. ആരവി ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. രാഷ്ട്രീയ ടോപ്പിക് അല്ല, നമ്മളിപ്പോ മിഡ് വീക്കില് പുറത്തു പോയ ഒരു രണ്ടുപേരുണ്ട്. ആ, ശ്രീരാജേട്ടാ, നമ്മുടെ മിഡ് വീക്കില് ശ്രീരാജേട്ടൻ അകത്ത് കയറി. ശ്രീരാജേട്ടാ, മിഡ് വീക്കില് ശ്രീരാജേട്ടൻ അകത്ത് കയറി കൈ പിടിച്ച് കൊണ്ടുപോയ രണ്ടുപേരാണ് സ്നേഹ, ആസിഫ്. അവർ ഇത്ര ദിവസം ഇവിടെ നിന്ന് പോയതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഗൂഗിൾ മീറ്റില് അവരെ വിളിച്ചിട്ടില്ലേ? ആസിഫ്, സ്നേഹ. അപ്പം ആസിഫ് വരൂ. ബിഗ് ബോസിനെ ഏറ്റവും ഫേമസ് കോംബോ ആസിഫ് അൺമ്യൂട്ട് ചെയ്യൂ. വീഡിയോയിൽ വരും. ആസിഫ്, ഞങ്ങൾ ഇവിടുന്ന് പലരും വീക്കെൻഡ് എപ്പിസോഡ് മിഡ് വീക്ക് എപ്പിസോഡിൽ പുറത്തു പോയിട്ടുണ്ട്. അവരൊന്നും വീക്കെൻഡ് എപ്പിസോഡ് വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും വന്നു. കാരണം അറിയോ, നിങ്ങൾ രണ്ടുപേരും അത്രത്തോളം ഈ ഞങ്ങളെ പ്രിയങ്കരായിരുന്നു, കണ്ടസ്റ്റൻസ് പ്രിയങ്കരായിരുന്നു. പലർക്കും വിഷമമായി. മറ്റുള്ള കണ്ടസ്റ്റൻസ് പോയപ്പോ വിഷപ്പാനല്ല, നിങ്ങൾ അത്രയും പിടിച്ചു നിന്ന ആൾക്കാരാണ്. മനസ്സിലല്ലേ? ഫൈനൽ 5 വരും എന്നൊക്കെ പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ആസിഫ്. ആസിഫ് പോയപ്പോൾ ഞങ്ങൾ ജഡ്ജിങ് പാനലുള്ളവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ലെന്നാണ് അതിന്റെ ഒരു വാസ്തവം. ആസിഫ് എങ്ങനെ വിലയിരുത്തുന്നു ഈ പോയ ഈ ദിനങ്ങളും, അല്ലെങ്കിൽ ഈ ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഈ ഷോ എങ്ങനെ വിലയിരുത്തുന്നു? എനിക്ക് പറ്റണ പോലെ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു. ഫസ്റ്റ് മുതൽ ഇതുവരെ നല്ല രീതിയിൽ തന്നെ എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പോകുന്ന ഒരിക്കലും വിചാരിച്ചില്ല. എന്നാലും എനിക്ക് ഹാപ്പിയാണ് 24 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതില്. എല്ലാ ടാസ്കുകളും എനിക്ക് പറ്റണ പോലെ ചെയ്തിട്ടുണ്ട്. വർക്കിനിടയിലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് വരാനൊക്കെ. പക്ഷെ ഗെയിമല്ല, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ ആസിഫ്, ഓൾ ദ ബെസ്റ്റ്. വിളിക്കാം. ആസിഫ് മ്യൂട്ട് ചെയ്തോളൂ. സ്നേഹ, ചേട്ടാ പറഞ്ഞോ. സ്നേഹ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ബിഗ് ബോസിലെ ഇത്രയും ദിവസത്തെ ആ ഒരു ലൈഫും, അല്ലെങ്കിൽ കണ്ടസ്റ്റൻസുമായിട്ടുള്ള ഇന്ററാക്ഷനും എങ്ങനെ ഉണ്ടായിരുന്നു? ഓവറോൾ ടാസ്കും എങ്ങനെ വിലയിരുത്തുന്നു? സന്തോഷം ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം പിടിച്ചു നിന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം എനിക്കകത്ത് ആക്റ്റീവ് ആവാൻ പറ്റിയില്ല. ടാസ്കിലൊക്കെ ആക്റ്റീവ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സാധിച്ചില്ല. നന്നായിരുന്നു. എന്താ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല. വളരെ സന്തോഷം. സ്നേഹ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വിളിച്ചെന്നറിയോ? യഥാർത്ഥത്തിൽ നിങ്ങൾ പോയത് വോട്ടിങ്ങിന്റെ ബേസിലല്ല. തുറന്നു പറയാം, നിങ്ങളെ ഇപ്പൊ ആസിഫിന്റെ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. സ്നേഹയുടെ കാര്യം ഒരു ക്ലിയർലി വോട്ടിങ്ങിനെ കൊണ്ടല്ല, ലൈവ് അല്ലാത്തത് കൊണ്ടാണ് സ്നേഹയ്ക്ക് പുറത്തു കൊണ്ടി വന്നത്. അപ്പൊ അത് പറഞ്ഞില്ലേ, ഇതൊരു അൾട്ടിമേറ്റ് ഒരു ഷോയാണ്. അപ്പൊ ഷോയ്ക്കകത്ത് നമ്മള് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ അവരെയും കൂടെ നോക്കിയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഓഡിയൻസിന്റെ എല്ലാം നോക്കിയിട്ട്, ഓഡിയൻസിന്റെ ഇതുണ്ട്, മനസ്സിലായ? ഇതിലൊക്കെ നോക്കിയിട്ട് നമുക്ക് പോകാൻ. അപ്പൊ പറഞ്ഞോളൂ. പല ഓഡിയൻസിനെ ഒരു ഡൗട്ട് ആയിരുന്നു, നിങ്ങൾ ജഡ്ജീസിനെ ഇത് നോക്കണുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ. ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് അവസാനത്തെ ലാപ്പാ. ആ ലാപ്പിൽ ഇനിയും ജഡ്ജീസിന്റെ റോള് ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാ ഞങ്ങൾ ആ ജഡ്ജീസ് പാനലിനെ ഇത് എടുത്തിട്ട് ഞങ്ങൾ ഈ പറയുന്ന സ്നേഹം ആസിഫിനെ ഔട്ടാക്കിയത്. ഓക്കെ സ്നേഹ, എന്നാൽ ഇത്രയും ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റി. ഇനി ഒരുപാട് അവസരങ്ങൾ സ്നേഹിക്കുണ്ടാവും. ഓൾ ദി ബെസ്റ്റ് സ്നേഹ, ഓൾ ദി ബെസ്റ്റ്. മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ നമുക്ക് അടുത്ത കണ്ടസ്റ്റൻസിന്റെ ഗ്രാഫ് അല്ലേ? പറഞ്ഞോളൂ ദിനേഷ്, പറഞ്ഞോളൂ. നമ്മൾക്ക് ഇനിയും ബാക്കി കാര്യങ്ങള് നാളെ ചെയ്യാം. നമ്മൾക്ക് എവിക്ഷൻ പ്രോസസ്സിൽ പോവാം. അതെ, അതാണ് നാളെ. കുറച്ച് നമുക്ക് കാര്യങ്ങളുണ്ട്, അത് നാളത്തേക്ക് മാറ്റാം. ഇനി എവിക്ഷൻ ഒരുപാട് സമയം താമസിച്ചു. ഗ്രാഫ് നാളത്തേക്ക്. ഓക്കെ, ഒരുപാട് സംസാരിക്കാറുണ്ട്. ഒരു മിനിറ്റ്. എവിക്ഷൻ പ്രോസസ് റെഡി അല്ലേ? ആദിത്യ, ഓക്കെ. അപ്പൊ ആദിത്യ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാൻ അതിന് മുമ്പ് എന്താ സംഭവം എന്നൊന്ന് പറയാം. പറയൂ. 2 ഒരു ഇമോജി
നമ്മുടെ സാഡ് മോജിയാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇന്ന് ഡേഞ്ചർ, അല്ലെങ്കിൽ അല്ലാത്തവര് സേവ് ആയിരിക്കും. സേവ് ആവുന്നവർ തൽക്കാലം ഇന്നത്തേക്ക് മാത്രം സേവ് ആവുന്നവരായിരിക്കും എന്ന് ഓർക്കുക. അല്ലാണ്ട് എവിക്ഷനിന്ന് സേവ് ആവുന്നതല്ല, തൽക്കാലം ഇന്നത്തേക്ക് മഹാദേവ്, മാത്രം. അജ്മൽ, അമൃത, അലൻ, ജിതിൻ, അശ്വതി, റഷ, നാസില, മൻസു, ലിജോ, താര എന്നിവരാണ് ഇപ്പോ ഉള്ളത്. അവരുടെ റിസൾട്ട് ആണ് പറയാൻ പോണത്. മഹാദേവ്. ഓർഡറിൽ നോക്കാം. മഹാദേവ് ഡേഞ്ചർ. അജ്മൽ. ഓക്കെ, ഇന്നത്തേക്ക് താൽക്കാലികമായി സേഫ് ആയിരിക്കുകയാണ്. അതെ അതെ അതെ. അമൃത. അമൃത ആദിത്യ റിവീൽ ചെയ്യാം റിസൾട്ട്. അമൃതയും സേഫ് ആണ്. ഓക്കെ ഓക്കെ, ഇന്നത്തേക്ക് സേഫ് ആണ്. അലൻ. അലൻ ഡേഞ്ചർ ആണ്. ജിതിൻ. ഇന്നത്തേക്ക് സേഫ് ആയിട്ടുണ്ട്. അശ്വതി. ഡേഞ്ചർ ആണ്. റഷ. സേഫ്. നാസില. ഡേഞ്ചർ ആണ്. മൻസു. ഡേഞ്ചർ ആണ്. ലിജോ. ടുഡേ സേഫ് മാത്രമാണ് സേഫ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് താര. ഡേഞ്ചർ. ഡേഞ്ചറിലുള്ളവര് ഇന്ന് എവിക്ഷൻ. നെക്സ്റ്റ് പ്രോസസ്സിൽ ഡേഞ്ചറിലുള്ളവർക്കാണ് എവിക്ഷൻ. ഓക്കെ, അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. സേവിംഗ് പ്രോസസ്സിൻ്റെത് ഇനി അടുത്ത എവിക്ഷൻ പ്രോസസ് ആണ്. എവിക്ഷനിലുള്ളത് അലൻ, താര, നാസില, മൻസു, മഹാദേവ്, അശ്വതി. ഓക്കെ, നമുക്ക് ഇവരുടെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. റിസൾട്ടിന് മുമ്പ് ആര് പോയാലും ഒരു 21 ജൂലൈ നമ്മൾ ഈ ഷോ തുടങ്ങി. ഇന്ന് എത്തി വരുന്ന ഓഗസ്റ്റ് 17, ഓൾമോസ്റ്റ് ഒരു മാസം ആവാനായി. ഒരുപാട് ഓർമ്മകൾ നിങ്ങൾ കണ്ടസ്റ്റന്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എനിക്ക് വന്ന ഒരു ഓഡിയൻസ് റിവ്യൂ ഞാൻ ജസ്റ്റ് പറയാം. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈഗൽ ചേട്ടൻ ആൻഡ് ആരോവി, നിങ്ങളെ ഹോസ്റ്റ് അടിപൊളിയായിരുന്നു. നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങൾ അടിപൊളിയായിരുന്നു. നിങ്ങൾ ഓഡിയൻസിനും ഈ പറയുന്ന കണ്ടസ്റ്റന്റിനും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് എന്നും ഞങ്ങളെ ഓർമ്മയിൽ നിൽക്കും. അതേപോലെ എനിക്കും പറയാനുള്ളത് എസ്പെഷ്യലി ശ്രീരാജേട്ടനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്റ്റ് ഇൻ ദിസ് ബിഗ് ബോസ് മാർവിൽ സീസൺ. തീ പറഞ്ഞ വാക്കുകള് വന്ന കുറച്ച് സമയമാണെങ്കിലും കത്തിച്ച് വിട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് വന്ന ഓഡിയൻസ് റിവ്യൂ. അതേപോലെ ഈ നോമിനേഷനിൽ നിൽക്കുന്ന ഇപ്പം ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന എല്ലാ കണ്ടസ്റ്റന്റിനോടും എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെ കൂടെ ഞങ്ങളെ 13 പേരെ കൂടെ നിങ്ങൾ ഇത്രയും ദിവസം നിന്നത്, ഒരു കംപ്ലൈന്റും പറയാതെ നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്നിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി. അപ്പൊ ആദ്യത്തെ എവിക്ഷൻ പ്രോസസ്സിൽ പോവാം. ഓരോരുത്തർക്ക് 3 സ്റ്റാർ കിട്ടുന്നവര് സേവ് ആവും. അവരുടെ പിക്ചറിൽ 3 സ്റ്റാർ വന്നാൽ അവര് സേവ് ആവും. അതാണ് എവിക്ഷൻ പ്രോസസ്സ്. അല്ലാത്തവര് എവിക്റ്റ് ആവും. സ്റ്റാർട്ട് ചെയ്യട്ടെ? ഒന്ന് സൂം ചെയ്തു. വീഡിയോ അല്ലേ? സ്റ്റാർട്ട് ചെയ്യട്ടെ?
ഓക്കെ സ്റ്റാർട്ട് ചെയ്യും. അതെ സ്റ്റാർട്ട് ചെയ്യാം. ആദിത്യ Mansu saved. Congrats. Mansu saved. Ashwati saved. മൻസു, അശ്വതി, കൺഗ്രാറ്റ്സ്. നന്നായിട്ട് പെർഫോം ചെയ്യുക. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നെക്സ്റ്റ് Nazila saved. കൺഗ്രാറ്റ്സ് നാസില. Tara, Ellen, evicted. Ellen, പറഞ്ഞു ബിഗ് ബോസിനെ ചരിത്രത്തിൽ ആദ്യത്തെ ഏറ്റവും പ്രായം കൂടിയ ഒരു കണ്ടസ്റ്റന്റ്. ഓൾമോസ്റ്റ് എല്ലാ തലത്തും നോക്കുമ്പോൾ ഈ പറയുന്ന ഓൾ ഓവർ പറയുക, ഞാൻ വാട്സപ്പ് മിനിയേച്ചർ അല്ല, ഓൾ ഓവർ പറയുമ്പോൾ ബിഗ് ബോസിന് ഏറ്റവും പ്രായം കുറവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അല്ലേ. ഞങ്ങള് ഈ 3 ഹോസ്റ്റിനെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അല്ലേ. ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ 3 പേര് ഇരിക്കുമ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യം, എലനെ കുറിച്ച് പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കും. ഇതൊക്കെ ഒരു എന്താ പറയാ, ഓഡിയൻസിനെ വിധി. പിന്നെ ധനേഷ്, ഞാൻ നിലവിട്ടോട്ടെ ധനേഷ്, ഞാൻ നിലവിട്ടോട്ടെ. അലൻ നല്ല ഗെയിമറായിരുന്നു, അസാധ്യ ഗെയിമറായിരുന്നു, ഫൈനൽ 5 എത്തേണ്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ അവസാനം ഈ ഫൈനൽ 5 സംഭവത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് 2 പേര് ആൾറെഡി ഫൈനൽ 5 വന്നു, 2 പേര് സേഫ് ആയി. ബാക്കി വന്നപ്പോഴത്തേക്ക് അലൻ പെട്ടുപോയതാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് മനസ്സിലാവും. അലൻ എങ്ങനെ വിലയിരുത്തുന്നു? എങ്ങനെയായിരിക്കും അലൻ ഈ ഒരു സാഹചര്യം എത്തിച്ചേരാൻ സാഹചര്യം ഉണ്ടായിരുന്നായിരിക്കും? അതെനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പോയിന്റിൽ 3rd പൊസിഷൻ ആണെന്ന് തോന്നുന്നുണ്ട്, ഇൻഡിവിജ്വൽ പോയിന്റില്. പിന്നെ വോട്ടിംഗ് പുറത്ത് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ടെന്നാണ് എന്റെ അറിവ്. അറിയില്ല എന്തുണ്ടായി. അവിശ്വസനീയമാണ്, ഞങ്ങൾക്കും അവിശ്വസനീയമാണ്. ഇൻഡിവിജ്വൽ സ്കോർ ഞാൻ പറയാം, ഒരു മിനിറ്റ്. അല്ലെന്നെ ഇൻഡിവിജ്വൽ സ്കോർ ആയിരുന്നു 693, ടോപ്പ് 3 പൊസിഷൻ. അതെ, പക്ഷെ അലൻ ഈ ഇൻഡിവിജ്വൽ സ്കോർ എന്ന് പറഞ്ഞാൽ അലന്റെ ഫൈനൽ 5 സ്കോർ ആയിരുന്നു. പക്ഷെ അത് നമ്മൾ ഒരിക്കലും മോശമായിട്ട് കാണുന്നില്ല. പക്ഷെ പല ഫാക്ടറുകളും അത് അലന് അനുകൂലമല്ലായിരുന്നു. അലൻ പല ഫാക്ടറുകളും മനസ്സിലായി, പല ഫാക്ടേഴ്സ് വരുമ്പോഴാണ് ലാസ്റ്റ് ഒരു ഫൈനൽ 5 എത്തുന്നത്. പലരും പറഞ്ഞല്ലോ അലൻ പ്രതീക്ഷിച്ചിരുന്നില്ല, ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ കണ്ടസ്റ്റൻസ് ആയിട്ട് പലരും പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ പറഞ്ഞില്ലേ, അവസാനം 5 പേർക്ക് വരാൻ പറ്റൂ അലൻ, ഫൈനൽ 5 5 പേർക്ക് പറ്റൂ. അപ്പൊ പലരും ഈ ഹൗസ് ഞാൻ പറയട്ടെ, നാളെ 2 പേര് പോകും, ഈ മിഡ് വീക്കിൽ 3 പേര് പോയി, മിഡ് വീക്കിൽ 3 പേരാ പോകാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും പോയേ പറ്റൂ. അപ്പം ഇത്രയും നാൾ പിടിച്ചു നിന്നത് അത് അലന്റെ ഏറ്റവും വലിയൊരു കഴിവ് തന്നെയാണ്. ഇതിനു മുമ്പ് എത്രയോ ആൾക്കാർ പോയി, 25 പേര് തുടങ്ങി 25 പേര്, അതായത് 20 കണ്ടസ്റ്റൻസ് 5 വൈൽഡ് കാർഡുമായിട്ട് വന്നതാണ്. അപ്പൊ അതിനകത്തുനിന്ന് അവസാനം ഈ എനിക്ക് 11, 12 ഒരു വ്യക്തിയിലോട്ട് അലന് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അലന്റെ ഏറ്റവും വലിയ കഴിവ് തന്നെയാണ്. അലൻ നല്ലൊരു ഗെയിമർ തന്നെയായിരുന്നു, ഒരു സംശയമില്ല. അലൻ വിഷമിക്കണ്ട, അലൻ മ്യൂട്ട് ചെയ്തു. അടുത്ത് താര വിളിക്കാം. അലൻ മ്യൂട്ട് ചെയ്തു. താര ഉണ്ടോ അത്? താര ഇല്ലാണോ തോന്നുന്നത്? താര ഇല്ലെന്നാ തോന്നുന്നത്. വന്നു താര വന്നിട്ടുണ്ട്. താര പറഞ്ഞോളൂ. താര, ഇതിനകത്ത് ഈ
ഈ വീക്കെൻഡ് എവിക്ഷനിൽ താരയാണ് എവിക്റ്റ് ആയിരിക്കുന്നത്. വളരെ വിഷമകരമാണ് പറയാൻ. ഒരു മിനിറ്റ് താര വീഡിയോ ഓൺ ആക്കണം, ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ആയി. കുഴപ്പമില്ല, താര പറയണം. കാര്യം പറയല്ലേ, ഇത് വളരെ വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്, വിഷമമാണ്. പക്ഷെങ്കിലും താര വേണം. താര വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് നല്ല രീതിയിലാണ് അവിടെ പെർഫോം ചെയ്തിരിക്കുന്നത്. താരയുടെ ഓരോ പെർഫോമൻസും, ഞാൻ പറയാം, സ്കൂൾ ടാസ്ക് ആയാലും ശരി, പിന്നീട് വന്ന എല്ലാ ടാസ്കുകളും, എനിക്കൊന്ന് ഇന്നത്തെ ടാസ്ക് മാത്രമുള്ള താര മാറുന്നത്, എല്ലാ ടാസ്കുകളും വന്നായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ വോട്ടിംഗ് കൊണ്ടോ എന്തോ പല ഫാക്ടേഴ്സും താരെ തുണച്ചില്ല. എന്താണ് താരയ്ക്ക് പറയാനുള്ളത്? എനിക്ക് ഒന്നാമത് സമയം ഇല്ലായിരുന്നു. രണ്ടാമത് വോട്ടിങ്ങിന്റെ കാര്യം എനിക്കൊന്നും അറിയില്ല. വോട്ടിംഗ് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം, എനിക്കറിയില്ല. പിന്നെ ടൈം വളരെ കുറവാണ്. വേറെ എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ കേട്ടാ, ഭയങ്കര ഇഷ്ടമായി. എന്റെ ഫാമിലി ഇതിനകത്തുണ്ട്, അവര് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുന്നവരാണ്. അവരുടെ ഇടയിൽ ഞാൻ കൂടി വന്നപ്പോ എനിക്ക് എന്തോ മൂവ് ചെയ്യാൻ പറ്റണില്ല, പിടിച്ചിരിക്കാൻ പറ്റണില്ല. ഒന്നാമത് ടൈം കുറവാണ്, അല്ലെങ്കിൽ ഞാൻ നിന്നേനായിരുന്നു. പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. താര ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ സീസണിൽ നിന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടസ്റ്റന്റിന് അടുത്ത സീസണിൽ ഞങ്ങൾ ഒരു 5 പേർക്ക് മാക്സിമം ഒരു 5 പേർക്ക് ഞങ്ങൾ അവസരം കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് താരെ ഞങ്ങൾ ഇപ്പോഴേ ക്ഷണിക്കുകയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത സീസണിൽ ഒന്ന് മാറ്റിവരച്ച് നോക്കാം. കാര്യം പറഞ്ഞല്ല, താര വൈൽഡ് കാർഡായിട്ടാണ് വന്നത്. താരയ്ക്ക് ഈ വൈൽഡ് കാർഡായിട്ട് താരയ്ക്ക് തുടക്കം മുതൽ നിൽക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, സമയമില്ല. അടുത്ത സീസണിൽ താരയ്ക്ക് ഞങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു എൻട്രി വാഗ്ദാനം ചെയ്യും. ഓക്കെ, താങ്ക് യു. എനിക്ക് ഭയങ്കര സന്തോഷമായി. സത്യം. കാരണം താങ്ക് യു. പക്ഷെ നമ്മള് ലൈവ് TV പ്രോഗ്രാം കാണുന്നതിനേക്കാളും ടെൻഷനാണ് ഇത്. എല്ലാവരും കളിയാക്കും, എന്തിനാണ് ഈ ഷോയിൽ പങ്കെടുത്തത്, നാണക്കേടല്ലേ, ഉള്ള വില കൂടി പോകില്ലേ എന്നൊക്കെ. പക്ഷെ അവർക്ക് ആർക്കും അറിയില്ല നമ്മൾ ഇതിനകത്ത് അനുഭവിക്കുന്ന ടെൻഷൻ എന്താന്ന്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കൂ. ഞാൻ ഇത്തവണ വൈൽഡ് കാർഡായിട്ട് വന്നുകൊണ്ട് എനിക്ക് ചില അബദ്ധങ്ങൾ പറ്റി, അടുത്തവണ കണ്ടസ്റ്റന്റിന്റെ പോകുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് പറയൂ. ധൈര്യമായിട്ട് പറയൂ. ഉറപ്പായിട്ടും പറയും, ഞാൻ എല്ലാവരോടും പറയും, കളിയാക്കിയവരോടെല്ലാം പറയൂട്ടാ. എല്ലാരും പിന്നെ നല്ല ഗെയിമറാണ്. പിന്നെ ഗ്രൂപ്പ് മെമ്പേഴ്സും ക്രൂ മെമ്പേഴ്സും എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് എടുത്ത എഫർട്ട് ഭയങ്കരമാണ്. അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ഇത്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടാ. സങ്കടമുണ്ട്, എന്നാലും എനിക്ക് ടൈം ഇല്ലാതാ. സന്തോഷമായിട്ട് വെയിറ്റ് ചെയ്യൂ, വിളിക്കാം. മ്യൂട്ട് ചെയ്യൂ, താരം മ്യൂട്ട് ചെയ്യൂ. അലൻ ഇടയ്ക്ക് സംസാരിച്ച് നിർത്തിയിരുന്നു. അലൻ, ഈ ചെറിയ പ്രായത്തില് താങ്കൾ ഇത്രയും കണ്ടസ്റ്റിനോട്, അതായത് താങ്കളെക്കാളും ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഇത്രയും ഒരു പ്രായവ്യത്യാസമുള്ള കണ്ടസ്റ്റൻസായിട്ട് മാറ്റിവെച്ചപ്പോൾ അല്ലെങ്കിൽ മത്സരിച്ചപ്പോൾ അലൻ എങ്ങനെ ഫീൽ ചെയ്തു? അലനെ തോന്നിയോ ഇത്രയും ദിവസങ്ങളും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്? അലനെ സത്യസന്ധമായിട്ട് വിലയിരുത്തണം. അലൻ ആദ്യം വന്നപ്പോൾ ആദ്യം കരുതി ഇത്രയേറെ ഈ ഹൗസ് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റൻ ആവാൻ പറ്റും എന്ന് അലൻ കരുതിയിരുന്നോ? സത്യസന്ധമായിട്ട് പറയണം, മനസ്സിൽ തൊട്ട് സംസാരിക്കണം. എനിക്ക് ക്യാപ്റ്റൻ ആവണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. എനിക്ക് അറിയാമായിരുന്നു ഏകദേശം 5 അല്ലെങ്കിൽ 6 ക്യാപ്റ്റന്മാരുണ്ടാവാം. അപ്പൊ അതിലൊരു ക്യാപ്റ്റൻ ആവണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിലൂടെ കുറച്ച് കണ്ടന്റ് കിട്ടുമെന്ന് എനിക്കറിയാം. പിന്നെ ചേട്ടാ, ഞാൻ എന്റെ പ്രായം അധികം വെളിപ്പെടുത്താൻ നോക്കിയിട്ടില്ല, കാരണം ചിലപ്പോ പ്രായത്തിന് ഇത് പറഞ്ഞിട്ട് ഇവര് ഇതാക്കാറുണ്ട്. അപ്പൊ എല്ലാവരും ഓരോ സമപ്രായക്കാരുടെ പോലെ സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. ഇത്രയും ദിവസം ഇവിടെ വന്നത് അതിന്റെ ഒരു വലിയ വിജയം തന്നെയാണ്. ഞാൻ എന്റെ ഏജ് അറിഞ്ഞത് തന്നെ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഞെട്ടലായിരുന്നു. കാരണം ഒരിക്കലും അലന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ കൂടെ നിന്ന് പെർഫോം ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അലൻ ഇത്രയും ഒരു കൊച്ചു പയ്യനാണെന്നുള്ളത് തോന്നില്ല. അപ്പോ ഇത്രയും ദിവസം ഇവിടെ വരെ നിന്നത് അലന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. മാത്രമല്ല നമ്മുടെ ഇത്രയും ദിവസം കൊണ്ട് ഒരു ക്യാപ്റ്റൻസി കൂടി കിട്ടിയിട്ടാണ് അലൻ ഇവിടുന്ന് പോകുന്നത്. സന്തോഷമായിട്ട് പോകുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. ഇത്രയും നാൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇപ്പം വിഷമം ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും ഒരു കാര്യം പറയാം. ഇതിനകത്ത് അൾട്ടിമേറ്റ് ആയിട്ട് 5 പേർക്ക് ഫൈനലിൽ വരാൻ പറ്റൂ. അതിൽ 2 പേര് ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രിൻസ്, ചിന്ത 2 ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ 3 പേർക്ക് അവിടെ സ്ഥാനമുള്ളൂ. ബാക്കിയുള്ളവർ പോയേ പറ്റൂ.
ബാക്കിയുള്ളവർ പോയേ പറ്റൂ. അടുത്ത പറഞ്ഞില്ലേ, നാളെ 2 പേര് പോകും, ഈ മിഡ് വീക്കില് 3 പേര് പോകും, അങ്ങനെ എല്ലാവരും പോയേ പറ്റൂ. അത് അപ്പൊ അത് ശരിക്കും വലിയ ഞങ്ങൾക്ക് കാര്യമല്ലേ? വലിയൊരു ആ, ടെൻഷനാണ്. ഞങ്ങളെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അപ്പൊ കണ്ടസ്റ്റൻസ് അതാണ് നിങ്ങളെക്കാളും വലിയ ടെൻഷനാ ഞങ്ങൾക്ക്. ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞാലും പറയുക. ഇന്ന് പകരം നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് അതൊരു ഊണുറക്കോ നഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ 2 കണ്ടസ്റ്റൻസ് പോകുമ്പോൾ ഇതിനകത്തുള്ള 2 കണ്ടസ്റ്റൻസ് അല്ലേ പോകുന്നത്. ഉറപ്പായിട്ടും പോയേ പറ്റൂ. ആരും ആവാം. ചിലപ്പം നിങ്ങൾ ഈ ടൈറ്റിൽ വിന്നർ ആകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പോകുന്നത്. എന്ത് സംഭവിക്കാം? നിങ്ങൾ ഓരോരുത്തരും പടിയിറങ്ങിയാൽ മാത്രമേ നമുക്കൊരു വിന്നറിനെ കിട്ടുള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ ഒരു ഫാമിലി ആയി കഴിഞ്ഞു. അപ്പോ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ഞങ്ങൾക്ക് നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. പക്ഷേ അങ്ങനെ ഓരോരുത്തരെ പടിയിറക്കി വിട്ടാൽ മാത്രമേ നമ്മുടെ ഈ ഷോ അവസാനിക്കുള്ള ഒരു വിന്നറിനെ നമ്മൾക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്നും ഫാമിലി വിട്ടുപോയാലും പറയൂ പറയൂ ഫാമിലിയുടെ ധനേഷ് പറയൂ ധനേഷ് പറയൂ ഭാഗത്ത് ധനേഷ് പറയൂ ധനേഷ് വേറെ ഷോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഒരുപാട് താമസിച്ചു. 2 മണിക്കൂർ അടുപ്പിച്ച് ആവാൻ പോകുന്നു. അപ്പൊ ഷോ വൈൻഡപ്പ് ചെയ്യാം. പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോ ഇന്ന് അല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ഇപ്പൊ വൈൻഡപ്പ് ചെയ്യണം എന്നല്ല പറഞ്ഞത്. എന്തെങ്കിലും ധനേഷ് പറയാനേ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. ധനേഷ് പറയാനേ പറഞ്ഞത്. ആര് പറഞ്ഞു വൈൻഡപ്പ് ചെയ്തോളൂ. ആര് പറഞ്ഞു വൈൻഡപ്പ് ചെയ്തോളൂ. ധനുഷ് സംസാരിക്കുന്നില്ലല്ലോ. എനിക്ക് എല്ലാരോട് പറയാനുള്ളത് ആവശ്യമുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. അല്ല, എനിക്ക് ഒരു കാര്യം ഉണ്ട്. അലൻ ഹൗസിലെ കണ്ടസ്റ്റൻസ് അവസാനം എന്തെങ്കിലും പറയാനുണ്ടോ? ഹൗസിലെ കണ്ടസ്റ്റൻസ് എന്തെങ്കിലും പറയാനുണ്ടോ അലന്? എന്ത് ആവശ്യമുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. കൂടെ ഞങ്ങൾ കൂടെ ഫാമിലിയാണ്. ഇപ്പോ ഓക്കെ അലൻ ഗ്രൂപ്പിൽ പറയാനാ പറഞ്ഞത്. താരക്ക് എന്തെങ്കിലും കണ്ടസ്റ്റൻസോട് പറയാനുണ്ടോ? ഈ ഗൂഗിൾ മീറ്റിൽ എന്തെങ്കിലും പറയാനുണ്ടോ താരക്ക്? എല്ലാവരോടും സ്നേഹം മാത്രം. ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ സോറി. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. എന്റെ വായിന്നോ എന്റെ പ്രവൃത്തിന്നോ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നെയും നിങ്ങളിൽ ഒരാളായിട്ട് കരുതുക, വിളിക്കുക, സംസാരിക്കുക, കോണ്ടാക്ട് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുക. ബാക്കി ഗ്രൂപ്പിൽ സംസാരിക്കാം. താര ഓൾ ദ ബെസ്റ്റ്. താര ആൻഡ് അലൻ, നിങ്ങൾക്ക് നല്ലതെന്നെ ഉണ്ടാവട്ടെ. ഞങ്ങൾ ഹൗസിലേക്ക് വന്ന് യാത്ര അയക്കുന്നതായിരിക്കും. അപ്പോ ഇന്ന് താൽക്കാലികമായി സേവ് ആയ റിസൾട്ട് നാളെ അറിയിക്കും. നാളെയും നമ്മുടെ ഫാമിലിയിൽ നിന്ന് 2 പേര് വിട്ടുപോകും. അത് നാളെ അറിയാം. അതുവരേക്കും ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. ബൈ. ബൈ. Good night. Bye.